ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ തിങ്കളാഴ്ചകളിലും നമ്മൾ സൈക്കോളജിക്കൽ വിഷയങ്ങളാണ്. സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ളത് മൈൻഡ് തന്നെയാണ്. ഇവിടെ മനോജ് സാറ് നമ്മളെ നെവർ മൈൻഡ് ദ മൈൻഡ്, വളരെ ഗഹനമായൊരു വിഷയമാണ്. നമുക്ക് എല്ലാവർക്കും മനസ്സുണ്ട്, പക്ഷെ മനസ്സ് എവിടെയാണെന്നൊക്കെ ചോദിച്ചാൽ എല്ലാവർക്കും ഒരുമാതിരി സംശയമാവും. എല്ലായിടത്തും മനസ്സുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് സമർത്ഥിക്കാറുണ്ട്. എന്തായാലും മനോജ് കുമാർ സാർ എന്താണ് മനസ്സിനെ കുറിച്ച് പറയുന്നത് കേൾക്കാം. നിങ്ങൾ എല്ലാവരും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം മനോജ് സാറിനെയും. മനോജ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സോ മച്ച് സാർ. ഹോപ്പ് ഐ ആം ഓഡിബിൾ. എൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് കണക്ടിവിറ്റിയൊക്കെ പ്രശ്നമായിരുന്നു. കാണാമല്ലോ, കേൾക്കാമല്ലോ എല്ലാവർക്കും എന്നെ? ഓക്കെയാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് നേരിട്ട് കിടക്കാം. സാബു സാറ് പറഞ്ഞ പോലെ നെവർ മൈൻഡ് ദ മൈൻഡ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ മനസ്സിനെ കാര്യമാക്കേണ്ടെന്നാണ് എൻ്റെ മലയാളത്തിൽ. എല്ലാവർക്കും ഒരു സംശയം തോന്നുമായിരിക്കും ഒരു പക്ഷേ, മനസ്സിനെ കാര്യമാക്കണ്ടേ? അപ്പോൾ അങ്ങനെയാണ് മനസ്സിൻ്റെ കാര്യം പൊതുവെ. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ ഈ മനസ്സിന് ഒരു ചങ്ങല ഇടാനായിട്ട് ആർക്കെങ്കിലും പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ വളരെ വിശദമായ ഗഹനമായ വിഷയമാണ് സാബു സാറ് ഓൾറെഡി ഇത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയൊക്കെ മനസ്സിൻ്റെ ഒരു കൺട്രോള് ചെയ്യാം? നമ്മൾ മനസ്സിൽ കൂടെയാണ് നമ്മളെല്ലാ കാര്യങ്ങളും എന്താണ് നമ്മളുടെയൊക്കെ പ്ലാനിങ്ങുകളും മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും മാനസികമായ പ്രവർത്തനങ്ങളിലൂടെയാണല്ലോ നടന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അതെന്തൊക്കെയാണ് അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ വശം ഒന്ന് നോക്കാം. സാബു സാറിൻ്റെ പ്ലാറ്റ്ഫോം ആണല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ അങ്ങനെ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്തത്. കാര്യം എപ്പോഴും നമ്മൾ ഈ നമ്മുടെ മനസ്സ് എവിടെയായിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയായിരിക്കുന്നത് മനസ്സ്? ഓരോ സെല്ലുകളിലും ഉണ്ട്. എന്തോ പറഞ്ഞാട്ടെ സാറേ? എല്ലാ സെല്ലുകളിലും ഉണ്ട്, ഓരോ സെല്ലുകളിലും ഉണ്ട്. ഉണ്ടോ? ശരിയാണ് സാറേ, എല്ലായിടത്തും ഉണ്ട് മനസ്സ്. മനസ്സില്ലാത്ത സ്ഥലമില്ലല്ലോ അല്ലേ? പക്ഷെ ഈ മനസ്സ് എപ്പോഴും നമ്മുടെ വെളിയിലോട്ടല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത്, പുറത്തോട്ടാണോ നോക്കുന്നത് സാറ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ? എപ്പോഴും നമ്മൾ ബാഹ്യമായ കാര്യങ്ങളിൽ മാത്രമാണല്ലോ നമ്മുടെ മനസ്സ് ഓടിയെത്തുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ ഇന്റേണൽ നോക്കുമ്പോൾ എന്താണ് സാർ അപ്പൊ മനസ്സിനെ കുറിച്ച് പറയാനുള്ളത്? പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഉള്ളിലേക്ക് നോക്കുക, ആണോ? പുറമേക്കല്ല നോക്കുന്നത്. അതെ സാറേ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ അകത്തൊരു മനസ്സുണ്ടെന്ന് നമുക്ക് തോന്നുന്നത്. സന്തോഷമാണെങ്കിൽ കുഴപ്പമില്ല. സന്തോഷമല്ലാത്ത ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ആകുലപ്പെടുന്നത്. അപ്പോഴാണ് നമുക്ക് നമ്മുടെ മനസ്സിനെ കുറിച്ചും മനസ്സിനെ നിയന്ത്രിക്കണം ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളിലേക്കൊക്കെ വരും. അങ്ങനെ ചിന്ത വരുന്നത് എപ്പോഴാണ്? അപ്പൊ ചിന്ത അതാണ്. അപ്പൊ ആ വേടടുത്ത് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നത്. അപ്പൊ ചിന്തകളാണോ മനസ്സ് സാറേ? ചിന്തകളും മനസ്സിൽ പറയാം. ആണോ? ഓക്കെ. അപ്പൊ ചിന്തകൾ ഉണ്ടെങ്കിൽ ചിന്തകളിൽ കൂടെയാണ് മനസ്സിൽ കൂടെ നമുക്ക് കാര്യങ്ങൾ കാണാൻ പറ്റുന്നത്, അങ്ങനെ പറഞ്ഞാലോ? ആണോ? ചിന്തകൾ ഉണ്ടെങ്കിലേ മനസ്സ് അല്ലേ? അപ്പോൾ കറക്റ്റാണ്. അപ്പോൾ മനസ്സും ചിന്തയും ഒന്നാണെന്നുള്ള. അപ്പൊ ചിന്തകൾക്കൊരു പിടുത്തം വിട്ട് കഴിഞ്ഞാൽ ഈ മനസ്സിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ വെളിയിലോട്ട് എപ്പോഴും ഈ ലൗകിക സുഖങ്ങൾക്കൊക്കെ പുറകെ പോകുന്ന അപ്പോൾ അങ്ങനെയുള്ള ഒരു പാച്ചില്ലേ? അതെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ് ശരിക്കും പറഞ്ഞാൽ? നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ അടിസ്ഥാനം ഇതൊക്കെയാണോ? ഒരുപക്ഷെ നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ വിദ്യാഭ്യാസമാണോ, അതോ പണമാണോ, ആഡംബര ജീവിതമാണോ? അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മളെല്ലാം ഈ ലൗകിക സുഖങ്ങളുടെ മനസ്സും ചിന്തകളും ഒക്കെ അവിടെയാണ് കൂടുതലും അല്ലേ? ചിന്തകളെ നിയന്ത്രിച്ചാൽ മനസ്സിനെ നിയന്ത്രിക്കാം. ശരി. അതാണ് നമ്മുടെ വിഷയം. അപ്പൊ ഇതിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞത് നമുക്ക് അത്ര എളുപ്പമാണോ? അല്ല. അപ്പൊ അതിനുള്ള വഴിയാണ് നമ്മൾ ഇന്ന് ചെറുതായിട്ട് നോക്കാൻ പോകുന്നത് സാറേ. നമ്മൾ എങ്ങനെ നമ്മുടെ മനസ്സിലൂടെ അതെ ചാടിക്കൊണ്ടേ ഇരിക്കുന്നത്. കാര്യം നമ്മളെപ്പോഴും നമ്മുടെ ഈ രൂപങ്ങളും നാമരൂപങ്ങളും ഒക്കെയാണല്ലോ, എല്ലാത്തിനും ഓരോ സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ അതൊക്കെ എപ്പോഴും ചിന്തകളായിട്ടാണ് നമുക്ക് വരുന്നത്. അതുപോലെ സാറേ, നമുക്ക് ചിന്തകൾ എല്ലാം കൂടെ ഒരുമിച്ചാണോ വരുന്നത്? എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് തോന്നിയിട്ടുണ്ടോ? ചിന്തകൾ കൂട്ടമായിട്ടാണോ വരുന്നത്, അതോ ഒരുപക്ഷെ 1 by 1 ആയിട്ടാണോ വരുന്നത്? എങ്ങനെയാണ് സാറിൻ്റെ അഭിപ്രായം? ഒത്തിരി ചിന്തകൾ ഒരുമിച്ചും വരും, സമാധാനത്തിൽ ഇരുന്ന ഓരോന്നോരോന്നായിട്ടും വരും.
അല്ല, ചിന്തകള് ഒരു ചിന്തയ്ക്ക് ശേഷമല്ലേ അടുത്ത ചിന്ത വരുന്നത്. നമ്മളെ സാധാരണയായിട്ട് ഇരുന്നാലും ഒരു ഒരുപാട് ചിന്തക്ക് ശേഷം വരിക സാറേ. ഒരു ഏ ചിന്ത കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരും, പിന്നെ നെക്സ്റ്റ് വരും, അങ്ങനെ. അതെ, അതാണ് നമ്മുടെ ബ്രെയിൻ്റെയും മനസ്സിൻ്റെയും ഒക്കെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്. 1 by 1 ആയിട്ട് കൂടുതലും ചിന്തകൾ. ഒരു ചിന്ത വന്നു, നമ്മളതിൻ്റെ ആ ചിന്തയിൽ കൂടെയൊക്കെ പോയി, അതിൻ്റെ വിശദാംശങ്ങളിലൊക്കെ പോയി, അപ്പോൾ അടുത്തത് വന്നു, അപ്പോൾ പഴയത് പോയി. അങ്ങനെയല്ലേ സാധാരണ പോകുന്നത്. ഒരു ട്രെയിനിന്റെ ബോഗി പോലെ, ട്രെയിനിന്റെ ബോഗികൾ Yes. പോലെ. അതെ അതെ. ചിലത് പിന്നെ വീണ്ടും പഴയ കാര്യങ്ങൾ തന്നെ ചിലപ്പോൾ നമുക്ക് ഓർമ്മ വരികയായിരിക്കും. പക്ഷെ കൂടുതലും ഈ പുറകെയാണ് പോകുന്നത്. ഒരു ചിന്ത ഇങ്ങനെ വേണമെങ്കിൽ റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ അടുത്തത് ഇപ്പോൾ ഇടത്തുനിന്ന് വരും. അപ്പൊ അങ്ങനെ സാറേ ഓരോന്നോരോന്ന് പറഞ്ഞു. നമുക്കൊരു പ്രശ്നമുള്ള ഇന്ററാക്ഷൻ ആൾക്കാര് സെക്ഷനിൽ കഴിഞ്ഞ് പ്രശ്നമുള്ള ആൾക്കാര് വരുമ്പം പറയുന്നത് അവരെ മനസ്സിലൂടെ ഫുൾ ആകുലപ്പെടുത്തുന്ന ചിന്തകൾ ഒരുമിച്ച് വരികയാണ്. അതാണ് അവരെ പ്രശ്നം. ആണോ? അപ്പൊ അത് തന്നെയായിരിക്കും പ്രശ്നം. അതിനാണ് മനുഷ്യനെ ഇങ്ങനെ വരുന്നത്. അതെ അതെ. അപ്പോൾ അങ്ങനെ ആകുലത ഉള്ളവർക്ക് ചിന്തകളെല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് തന്നെ ആർക്കാ ചിന്തകൾ ഇല്ലാത്തത്? ചിന്തകളില്ലാതെ നമുക്ക് ഒരു ഇതുണ്ടോ? ഉറക്കത്തിൽ നമ്മളൊരു 2-3 ദിവസം ഉണ്ട്. നമ്മുടെ ഡീപ്പ് സ്ലീപ്പിലൊക്കെ പോയാൽ എന്താ, അപ്പോഴും നമ്മളൊരാളില്ലേ, നമ്മൾ ഉറങ്ങുന്നേ ഉള്ളല്ലോ. അപ്പൊ ചിന്തയുണ്ടോ? ഒരു അവേക്കനിങ് അല്ലെങ്കിൽ ഒരു വേക്കിംഗ് സ്റ്റേറ്റിൽ മാത്രമല്ല ഉള്ള ചിന്ത, അതോ നമുക്ക് ഒരു ഡീപ്പ് സ്ലീപ്പിലൊക്കെ ചിന്തയുണ്ടോ? അപ്പോഴും മനുഷ്യനുണ്ടല്ലോ. സാർ അതിങ്ങനെയാ പറയുന്നത്, സങ്കല്പ വികല്പ ദർശന ദർപ്പണ പ്രതലം എന്ന് പറയും. അപ്പൊ അതിലെ ഉറക്കത്തിലും സ്വപ്നത്തിലും എല്ലാ സമയത്തും ചിന്തകൾ വരും. അതെ അതെ അതെ. അപ്പൊ ചിന്തകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കോൺഷ്യസ് മൈൻഡ് ആക്ടിവേറ്റ് ചെയ്തെന്നല്ലേ പറയുന്നത്. ആക്ടിവേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നതെന്നല്ലേ പറയുന്നത്. യെസ്. അപ്പൊ ഞാൻ വേറൊരു ചോദിച്ചു വേണം. അപ്പൊ എവിടുന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് ശരിക്കും ഈ ചിന്തകൾ? ഫ്രം വേർ ഇറ്റ് ഈസ് ഒറിജിനേറ്റഡ്? അല്ലെങ്കിൽ ആർക്കാണ് ഈ ചിന്ത വരുന്നതെന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചാൽ മാഡത്തിന്റെ എന്തായിരിക്കും എന്നോട് പറയുന്ന ഒരു ആൻസർ? സാറേ, ഇന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ചലനങ്ങളാണ് ചിന്തകളിലേക്ക് പോകുന്നത്. അല്ല സാർ, അതിന്റെ ഉത്ഭവം എവിടുന്നാണ്? എന്റെ 2 ചോദ്യം ഞാൻ ചോദിച്ചു. ഒന്ന്, എവിടുന്നാണ് വ്യാകുലപ്പെടുന്ന മനസ്സുകളിൽ നിന്നാണ് ചിന്തകൾ. സെൻസറി ഇൻപുട്ടിലൂടെ വരുന്നതിന്റെ റിഫ്ലക്ഷൻ അല്ലേ സാറേ ചിന്ത? സാറേ, ഈ പഞ്ചേന്ദ്രിയങ്ങള് എന്തൊക്കെയാണ് ഈ ലോകത്ത് നിന്ന് പിടിച്ചെടുക്കുന്ന അതിന്റെ റെസ്പോൺസ് അല്ലേ നമ്മളെ ചിന്തകളായിട്ട് പുറത്തേക്ക് വരുന്ന, പ്രവൃത്തികളായിട്ട് പുറത്തേക്ക് കൂടെ വരാം. അതെ, ഇപ്പം നമ്മുടെ കാണുന്ന ഒരു വിഷ്വൽ എഫക്റ്റിൽ കൂടെ ചിന്തകൾ വരാം, അല്ലെ കേൾക്കുന്നതിൽ കൂടെ വരാം, ഫീൽ ചെയ്യുന്നതിൽ കൂടെ വരാം. അതൊക്കെ സംഭവിക്കാം. പക്ഷേ എന്നാലും ഇതിനൊരു ഒറിജിനൽ ഉണ്ടല്ലോ. ഫ്രം വേർ ഇറ്റ് ഈസ് ഒറിജിനേറ്റഡ്. വരുന്ന കാര്യമേ പറഞ്ഞുള്ളൂ. ബട്ട് ഐ നീഡ് an answer from where is its origin? മനോജ് സാറേ, ഈ 5 സെൻസറി ഓർഗനും പുറത്തോട്ട് തുറന്നിരിക്കില്ല സദാസമയം പുറത്തോട്ട് തുറന്നിരിക്കുക. അപ്പൊ ആ പുറത്ത് അറ്റ്മോസ്ഫിയർ ആയിട്ട് കണക്റ്റഡ് ആണത്. അപ്പൊ അത് ചെറിയൊരു വേരിയേഷൻ ഉള്ളിൽ വരുമ്പോ അത് കണക്റ്റഡ് ആവും, ഉടനെ ചിന്തയിലേക്ക് പോകും. അതിൽ നമ്മൾ ബ്ലോക്ക് ചെയ്ത് മെഡിറ്റേഷനിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ചിന്തകൾ വിടുന്നത്. അപ്പൊ ഈ പുറത്തെ ലോകത്തേക്ക് ഒരു ഡിറ്റാച്ച്മെന്റ് വരാൻ ഫസ്റ്റ് നമ്മൾ കണ്ണ് ക്ലോസ് ചെയ്യും, പിന്നെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ തിരിക്കും, പിന്നെ നമ്മൾ ഉള്ളിലേക്ക് ശ്രദ്ധ തിരിക്കും. അങ്ങനെയൊക്കെ തന്നെ പറ്റുള്ളൂ കുറച്ച് ഡിറ്റാച്ച്മെന്റിന്. അപ്പൊ മാഡമായിട്ട് കറക്റ്റ് ഉത്തരം പറയും. അപ്പൊ നമ്മളിലേക്കൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയാൽ മാത്രമേ ചിന്തകൾക്ക് ഒരു ചെറിയ ഒരു സ്റ്റോപ്പ് ഇടാൻ പറ്റുള്ളൂ, അല്ലേ? നമ്മൾ ഉള്ളിലേക്ക് നോക്കിയാൽ, മാഡം തന്നെ പറഞ്ഞു, ഒരു മെഡിറ്റേറ്റീവ് മൂഡിലേക്ക് പോയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തോ കാണുന്നുണ്ടല്ലോ. ആരെയെ കാണുന്നത്? നമ്മുടെ ഉള്ളിൽ ഒരു സെൽഫാണോ? അതിനെയാണോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? അതല്ലേ, ശ്വാസം തന്നെയല്ലേ, ശിവശക്തിയാണ് ശ്വാസം. അതന്നെയാണ് സെട്ടിൽ എനർജി. അതന്നെയാണ് ഹോളോ. അപ്പൊ ഇത്രയും പറഞ്ഞെന്ന് ഞാൻ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച് ഫോർ ആക്റ്റീവ് പാർട്ടിസിപ്പേറ്റിംഗ്. എല്ലാവരുടെയും ഓരോ പെർസെപ്ഷൻസും ഓരോ അഭിപ്രായങ്ങളും ഒക്കെ കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ്, ബോഡി ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ ചേർന്ന് ഈ പറയുന്ന പഞ്ചേന്ദ്രിയങ്ങളിലൊക്കെ നമ്മുടെ ഒരു എക്സ്റ്റേണൽ ഈവൻറ്റിൽ നിന്ന് വന്നിട്ട് നമ്മുടെ ഒരു ഇന്റേണൽ റെപ്രസെൻറ്റേഷനിൽ കൂടെ പോയിട്ട് ബ്രെയിൻ ആക്ടിവിറ്റിയിലൊക്കെ പോയിട്ട് അങ്ങനെയാണല്ലോ നമുക്ക്
അവസാനം നമുക്കൊരു ബിഹേവിയർ പോലും ഉണ്ടാകാൻ നമ്മൾ കാണുന്നത് നമ്മളുടെ ബോഡിയിൽ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ഇന്റേണൽ റെപ്രസെൻറ്റേഷനിലൊക്കെ ഫിൽട്ടർ ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്തൊക്കെ വരുമ്പോഴാണ് നമ്മുടെ ചിന്തകളും വരുന്നത് ഒരു തരത്തിൽ, അത് എക്സ്റ്റേണലായിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ പ്രശ്നത്തിൽ കൂടെ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യമാണ്. ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. എന്താണത്? അക്സെപ്റ്റൻസ് ഓഫ് ഇന്നർ സൈലൻസ് ഇൻ എ കൺഫ്യൂസ്ഡ് വേൾഡ്. നമ്മൾക്കറിയാം, നമ്മൾ ഇപ്പോൾ ഈ ജീവിക്കുന്ന കാലഘട്ടം, എല്ലാ കാലഘട്ടങ്ങളിലും അതിൻ്റേതായിട്ടുള്ള കൺഫ്യൂഷനുകളും കുഴപ്പങ്ങളൊക്കെ. അപ്പം മനുഷ്യൻ ജീവിക്കുന്നതിന് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടല്ല, പലതരത്തിലുള്ള പ്രശ്നങ്ങളുള്ള സങ്കീർണതകളുള്ള ഒരു ലോകത്തിൽ കൂടെയാണ് നമ്മളൊക്കെയും ജീവിക്കുന്നത്. അപ്പോൾ ഇത്ര കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരു സ്റ്റേറ്റിൽ നമ്മൾ ഈ ചിന്തകളും എല്ലാം കൂടെ വന്ന് അലട്ടി നമ്മുടെ മാനസിക തലത്തിലും ശാരീരിക തലത്തിലും ഒക്കെ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുണ്ട് എന്തായാലും, ഇല്ലേ? അതായത് നമ്മുടെ സെൽഫ് ടോക്ക് തന്നെ നമുക്ക് ശാരീരികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു ഇന്നർ സൈലൻസ് കൂടെ, ഹൗ വി ക്യാൻ ഹാവ് എ ഇന്നർ പീസ്. എൻ്റെ ഒരു പോയിന്റ് അതിലേക്കാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് എഴുതി കാണിച്ചത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഈ പറഞ്ഞ ഒരു സബ് ടോപ്പിൽ കൂടെ നമ്മൾ നീങ്ങിയാൽ the ability to observe without evaluating is the highest form of intelligence. ഇത് പറഞ്ഞിരിക്കുന്നത് ജിദ്ദു കൃഷ്ണമൂർത്തി പറഞ്ഞതാണ് ശരിക്കും. അതെൻ്റെ ഒരു പോയിന്റ് ആയിരുന്നു. ദി എബിലിറ്റി ടു ഒബ്സർവ് വിത്തൗട്ട് ഇവാലുവേറ്റിംഗ്. നമ്മുടെ വിലയിരുത്താതെ നമുക്ക് നിരീക്ഷിക്കാനുള്ള കഴിവാണ് നമ്മുടെ ബുദ്ധിയുടെ ഏറ്റവും ഉയർന്ന രൂപം. ഇതൊന്ന്. രണ്ടാമത് എനിക്കൊരു പോയിന്റ് ഉണ്ട്. എഖാർട്ട് ടോൾ പറഞ്ഞിട്ടുള്ളതാണ് യു ആർ നോട്ട് യുവർ തോട്ട്സ്, യു ആർ ദി അവയർനെസ് ബിഹൈൻഡ് ദം. ഇത് സമ്മതിക്കുന്നുണ്ടോ എല്ലാവരും? നമ്മുടെ ചിന്തയല്ല ശരിക്കും, നിങ്ങളുടെ ചിന്തകളല്ല. പിന്നെ എന്താണ്? അവയുടെ പിന്നിലൊരു അവബോധം മാത്രമാണ്. ഇത് അംഗീകരിക്കുന്നുണ്ടോ സാബു സാറേ? തീർച്ചയായിട്ടും. അപ്പൊ അത് കൊള്ളാം. നമ്മളല്ല, ചിന്തകളല്ല, നിങ്ങളുടെ ചിന്തകൾ നിങ്ങളല്ല ശരിക്കും. അതൊരു അവബോധം മാത്രം, അവയർനെസ് ആയിട്ടാണ് നമുക്ക് എപ്പോഴും ചിന്തകൾ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് നീങ്ങാം. ഞാൻ കുറെ സെന്റൻസുകൾ ഇവിടെ കാണിക്കുന്നു. നമ്പർ 1, ദ മൈൻഡ് ഈസ് കോംപ്ലിക്കേറ്റഡ്ലി ലിങ്ക്ഡ് ടു ബ്രെയിൻ ആണേ. അടുത്ത തോട്ട്സ് ആർ ദ കണ്ടന്റ് ഓഫ് ദ മൈൻഡ്. എഗ്രി ഓർ ഡിസഗ്രി ആണോ? മൂന്നാമത്തേത് തോട്ട്സ് അറൈസ് ഫ്രം ദ ഹാർട്ട്. നാലാമത്തേത് ഹാർട്ട്, ബ്രെയിൻ ആൻഡ് മൈൻഡ്. ഞാൻ 3 സെന്റൻസ് കൂടെ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ. സോ ഇറ്റ് ഈസ് വിത്ത് ദ ഹാർട്ട്, ബ്രെയിൻ ആൻഡ് ദ മൈൻഡ്. വാട്ട്? നമ്മുടെ ചിന്തകള്. ഓക്കെ, അടുത്തത് ഹാർട്ട് ഈസ് എ സെന്റർ ഓഫ് ഓൾ. അങ്ങനെ ആകുമ്പോൾ ഇതിന്റെ എല്ലാം സെന്റർ ഹാർട്ട് തന്നെയാണല്ലോ. ഹൃദയത്തിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത്. നമ്മുടെ തോട്ടുകൾ ജനറേറ്റ് ചെയ്യുന്നത് അവിടെ നിന്ന് തന്നെയാണ്. നമ്മുടെ മൈൻഡിന്റെ കണ്ടന്റ്, തോട്ട്സ് ആർ ദ കണ്ടന്റ് ഓഫ് ദ മൈൻഡ്. മൈൻഡിന്റെ കണ്ടന്റ് പോലും തോട്ട്സ് ആണ്. അപ്പൊ തോട്ട്സ് ഇല്ലെങ്കിൽ മൈൻഡ് ഇല്ല ആക്ച്വലി. ഒരു സെന്റൻസ് കൂടെ ഉണ്ട്. സോ ദ സെൽഫ് ഈസ് ദ ഹാർട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ, പലരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സെൽഫ് ഉണ്ട്, ഞാനാവുന്ന ഒരു അസ്തിത്വം ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ സംസാരിക്കുന്നത്, നിങ്ങൾ എന്നെ കേൾക്കുന്നതൊക്കെ ഓരോരുത്തർക്കും ഉള്ള ഒരു അസ്തിത്വ ബോധമുണ്ട്, ഒരു ആത്മബോധം എന്നൊക്കെ പറയുന്ന ആ സെൽഫിലേക്കാണ് എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു തോട്ട് പ്രോസസ് ഇപ്പോൾ പോയിക്കൊണ്ട് നമ്മളെല്ലാവരുടെയും അങ്ങനെ തന്നെ ആയിരിക്കണം ഒരു പക്ഷേ. അപ്പോൾ എങ്ങനെ ഇപ്പം ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ സബ്ജക്റ്റിലെ മെയിൻ കണ്ടന്റ് തോട്ട്സ് തന്നെയാണ്. ഇപ്പം എല്ലാവരും നമ്മൾ പറഞ്ഞു തുടങ്ങിയതും അത് തന്നെയായിരുന്നല്ലോ. സോ ഹൗ ടു മാനേജ് തോട്ട്സ് എന്ന് നമ്മൾ നോക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഉത്തരം ഇങ്ങനെയാണ്. ഇന്നത്തെ കണ്ടന്റ് കൂടെ വെച്ച് നോക്കുമ്പോൾ നെവർ മൈൻഡ് ദ മൈൻഡ് ഇസ് എ ഫ്രേസ് ദാറ്റ് ക്യാൻ ബി ഇന്റർപ്രറ്റഡ് സൈക്കോളജിക്കൽ കോണ്ടെക്സ്റ്റ്, emphasizing the importance of not becoming
overly hooked on the constant self-talk and confusion within our mind. ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, സെൽഫ് ടോക്ക് എന്നുള്ള ഒരു കാര്യം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. നമുക്കതിൽ കൂടെ ഒരു കൺഫ്യൂഷനും നമ്മുടെ മൈൻഡുകളിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം തന്നെയാണ്. നമ്മളൊക്കെ എന്തോരം സെൽഫ് ടോക്കുകളാണ്. അവയല്ലേ ശരിക്കും പറയാൻ നമ്മുടെ ചിന്തകളായിട്ട് ശരിക്കും പറഞ്ഞാൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മളെ ഹുക്ക് ചെയ്യും ഒരുപാടായിട്ട്. ഈ സെൽഫ് ടോക്ക് കോൺസ്റ്റന്റ് ആയിട്ട് 1 by 1 വന്നിരുന്നു കഴിഞ്ഞ് ഒന്നിനു പുറകെ ഒന്നായി വരുന്ന ഈ ചിന്തകളെല്ലാം ഒരു പക്ഷേ നമ്മുടെ മാനസിക തലത്തിൽ ഒരുപാട് കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഇംപ്ലിക്കേഷൻസും കൺഫ്യൂഷനും ഒക്കെ നമുക്കുണ്ടാകും. അതാണ് ഞാനിവിടെ ഇന്നത്തെ എൻ്റെ പോയിന്റായിട്ട് ഞാൻ ഇവിടെ സൂചിപ്പിച്ചതും പറയുന്നത്. അടുത്തത് നമുക്ക് അപ്പോൾ ഈ ഇവിടെ പ്രശ്നം ഈ ഓവർ ആയിട്ടുള്ള ചിന്തകളാണ്. നമ്മുടെ മൈൻഡൊക്കെയാണ് എപ്പോഴും ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ഓവർ ആക്റ്റീവാണ് ശരിക്കും വേണ്ട രീതിയിലുള്ള ഒരു അനുപാതത്തിലല്ല ശരിക്കും. പലപ്പോഴും നമ്മളൊക്കെയും അതിര് കടന്ന് ചിന്തിക്കുകയും ചെറിയൊരു കാര്യം പോലും ആണെങ്കിൽ പോലും ഒരുപാട് ചിന്തകൾ. അതെന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ കാര്യം. എന്താണ്? തിങ്ക് ഓവർ ഓൺ പാസ്റ്റ് ഇവൻറ്റ്സ് ഓർ വെറിയിങ് എക്സസീവ്ലി അബൌട്ട് ദ ഫ്യൂച്ചർ. ഈ 2 കാര്യങ്ങളിൽ കൂടെ മാത്രമേ എന്തായാലും നമ്മളെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. ഒന്നിൽ കഴിഞ്ഞു പോയ ഒരു ഇവന്റ്, ഒരാവശ്യമില്ലാത്ത ഒരു സബ്ജക്റ്റ് നമ്മളെ മനസ്സിനെ ഹോണ്ട് ചെയ്യുന്നുണ്ടാവും. പാസ്റ്റ് ഈവൻറ്റ്സ് ആർ ആക്ച്വലി ദ നമ്പർ 1. നമ്മുടെ ഈ മൈൻഡിനെ ഓവർ തിങ്ക് ചെയ്യുന്നുള്ള അതാണ് പാസ്റ്റ് ഈവൻറ്റ്സ്. ഇല്ലെങ്കിലോ അവർ വറീസ് വെറിങ് എക്സസീവ്ലി അബൌട്ട് ദ ഫ്യൂച്ചർ. ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിലേക്കുള്ള പല കാര്യങ്ങളും നമ്മുടെ മനുഷ്യൻ അല്ലേ. അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങളടക്കം ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത, ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആകുലതകളുണ്ട്. ഈ 2 കാര്യമാണ് മനസ്സിനെ എപ്പോഴും ഹോണ്ട് ചെയ്യുന്നത്. ഐദർ ദിസ് വൺ ഓഫ് ദ പാസ്റ്റ് ഇവൻറ്റ്സ് ഓർ അബൌട്ട് ദ ഫ്യൂച്ചർ. എക്സസീവ്ലി ഇറ്റ് ഈസ് അഫക്റ്റിംഗ് ദി മൈൻഡ്. ഇത് എന്തൊക്കെയാണ് നമുക്കിതിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയേ. ഇൻക്രീസ്ഡ് സ്ട്രെസ്, ആങ്സൈറ്റി, ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ്, ഉറങ്ങാൻ പറ്റില്ലായിരിക്കും പലപ്പോഴും. റെഡ്യൂസ്ഡ് പ്രൊഡക്ടിവിറ്റി, ജോലി ചെയ്യാനിരിക്കുമ്പോൾ പലപ്പോഴും കാര്യം മൈൻഡ് വേറെ എവിടെയാണല്ലോ കിടക്കുന്നത്. ഒന്നിൽ പാസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന ഇനി വരാൻ പോകുന്ന ഏതോ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും ഒന്നിൽ ഭയപ്പെട്ടിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തയാകാം, നല്ലതോ ചീത്തയോ ഒക്കെ ആകാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയിലെ പ്രൊഡക്ടിവിറ്റി കുറയും. ചിലപ്പോൾ ഈ പറയുന്ന ഒരു നമ്മുടെ റിലേഷൻഷിപ്പുകളിൽ പോലും ഒക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാം. ഇറ്റ് ക്യാൻ ഇമ്പാക്ട് ഓൺ റിലേഷൻഷിപ്സ്, ഡിക്രീസ്ഡ് മെൻ്റൽ വെൽ ബീയിങ് എക്സെട്ര ആണ്. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യം കൂടെയായിരിക്കും ഈ പറഞ്ഞ ഈ ഓവർ ആക്റ്റീവ് മൈൻഡിൽ കൂടെ നമ്മൾ കാര്യങ്ങളെ അനലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ദൈനംദിന ജീവിതത്തിൽ ഇത് അനുഭവിക്കുന്നവരാണ് നമ്മൾ, മനുഷ്യരിലെ എല്ലാവരും തന്നെ. ഓക്കെ, അടുത്തത് എന്താണ്? നമ്മൾ വേറൊരു പോയിന്റ് എന്തുകൊണ്ടാണ് നമ്മുടെ മൈൻഡ് ഓവർ ആക്റ്റീവ് ആണെന്ന് വെച്ചാൽ, ഓഫ്കോഴ്സ് കമ്പാരിസൺ. നമ്മുടെ ഒരു സെൽഫ് ബീയിങ്ങെയും നമ്മളെയും അല്ലെങ്കിൽ നമ്മൾ കാണുന്ന അറിയാവുന്ന മറ്റുള്ള ആൾക്കാരുടെ പലതരത്തിലുള്ള സൗകര്യങ്ങളിലും പലതരത്തിൽ നമ്മൾ ആൾക്കാരെ കമ്പയർ ചെയ്യുന്നു, നമ്മളെ തന്നെ. അതൊരു ഓവർ തിങ്കിങ് ആണ് ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മളാണ്. ഇപ്പം മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മൈൻഡിനെ നമ്മൾ ഡിസ്റ്റർബ് ആക്കുന്നുണ്ട്. എക്സ്റ്റേണൽ പ്രഷർ, ചിലപ്പോൾ മറ്റുള്ളവർ വന്ന് നമ്മളെ എക്സ്റ്റേണൽ കൂടെ നമുക്ക് പ്രഷർ വന്നിട്ടുണ്ടെങ്കിൽ വി ആർ ഡിസ്റ്റർബ്. ദാറ്റ് ഇസ് ഓൾസോ എൻ ഓവർ തിങ്കിങ്. പെർഫെക്ഷനിസം, നമ്മൾ 100% പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കുള്ള ഒരു പ്രശ്നങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഓവർ തിങ്കിങ്. ഒരു കാര്യം നടക്കില്ല. നമ്മുടെ പെർഫെക്ഷൻ വേണം, പക്ഷെ അതിനെക്കുറിച്ച് മാത്രമായിട്ട് ചിലരുണ്ട് അങ്ങനെ. ചില ക്യാരക്ടേഴ്സിൽ എത്ര ചെയ്താലും നമുക്ക് ശരിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ വരാത്ത രീതിയിൽ നമുക്കൊക്കെ ചിലപ്പം തോന്നും. പക്ഷേ ദാറ്റ്സ് അഗെയിൻ എ മെൻ്റൽ സ്ട്രെസ് ആക്ച്വലി. ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ്, നമുക്ക് അതുകൊണ്ട് ഈ ജഡ്ജ്മെൻറ്റിൽ കൂടെ നമുക്ക് പേടി തോന്നും പലപ്പോഴും പല കാര്യത്തിലും. അപ്പം ഇതൊക്കെയാണ് ഓവർ ആക്റ്റീവ് മൈൻഡിൻ്റെ കാര്യങ്ങൾ. അടുത്തത് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ദ മൈൻഡ് എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഈ ബ്രെയിൻ ആക്ടിവിറ്റിയിൽ കൂടെയാണ് എല്ലാ പസിൽസും, നമ്മുടെ എല്ലാ തോട്ട് പ്രോസസ്സും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ ഹാർട്ട് ആൻഡ് ഇറ്റ് ഈസ് പ്രോസസ് ത്രൂ അവർ ബ്രെയിൻ. അപ്പോൾ അങ്ങനെ ഈ ബ്രെയിൻ ആക്ടിവിറ്റിയിൽ കൂടെ നമ്മുടെ മനസ്സിനെ
നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു അവിടെയാണ് തോട്ട് പ്രോസസ്സ്. നമുക്ക് ആവശ്യമുള്ള തിങ്കിങ് ഉണ്ട്, പർപ്പസ്ഫുൾ തിങ്കിങ് എന്ന് പറയും. അപ്പോൾ ഇല്ലെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ഇൻക്ലൂഡിങ് അവർ ബോഡി സെൻസസ്, അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അവിടെയാണ് ഈ ഓവർ തിങ്കിങ് വന്ന് ചിലപ്പം പലപ്പോഴും ഇതിനെ പോലും മുക്കിക്കളയും, അല്ലെങ്കിൽ അത് എക്സസീവായിട്ട് തോന്നാറുണ്ട്. രണ്ടാമത്തത് റെക്കഗ്നൈസ് ട്രിഗേഴ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ റിയാക്ഷൻ. നമുക്ക് പല ട്രിഗർ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കാം നമുക്ക് ഈ ചിന്തകൾ വരുന്നത്. സോ ദർ ഇസ് എ ട്രിഗർ ടു ഹാവ് തോട്ട്സ് ആൻഡ് അതിന് റിയാക്ഷൻ ഉണ്ട്. അപ്പം ആ റിയാക്ഷൻ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ചിന്തകളെ ട്രിഗർ ചെയ്യുന്നുണ്ട്. എന്തോ ഒരു സംഭവം, സംതിങ് ഈസ് ദെയർ ടു ട്രിഗർ. മാനേജ് ഇമോഷൻസ് ആൻഡ് റെഡ്യൂസ് സ്ട്രെസ്. നമുക്ക് ഇമോഷൻസും ഒക്കെയും മൈൻഡിൽ കൂടെയാണ് നമ്മൾ അറിയുന്നത്. ഐഡന്റിഫൈ നെഗറ്റീവ് തോട്ട്സ്. അപ്പം നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ, നമുക്ക് ഈ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ അതിനെ ചലഞ്ച് ചെയ്യണം. ചലഞ്ച് ചെയ്താൽ വി ക്യാൻ ചേഞ്ച് ഓൾസോ. വൈ അൺനെസസറിലി ഐ എം വറിയിങ് അബൌട്ട് the future, or why I am worrying about the past. So you have to, if it is a negative thought, of course we can change it. ഇംപ്രൂവ് റിലേഷൻഷിപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞു, റിലേഷൻഷിപ്പിൽ കൂടെയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൽ കൂടെ നമുക്ക് ഓവർ തിങ്കിങ്ങും ഒക്കെ വന്നിട്ടുണ്ട്, മൈൻഡിന് ഡിസ്റ്റർബൻസ് ഉണ്ടാകാനുള്ള നമ്മുടെ തോട്ട് പ്രോസസ് അതിലുണ്ട്. ദെൻ ഫെയ്ത്ത് ഇൻവോൾവ് സ്ട്രോങ് ബിലീഫ് ആൻഡ് ട്രസ്റ്റ് ഇൻ സംതിങ് ഓർ സമ്മൺ. നമുക്ക് ചിലപ്പം ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത് ബിലീഫും തമ്മിലുള്ള വ്യത്യാസമാണല്ലോ. അപ്പം നമുക്കൊരു സ്ട്രോങ് ബിലീഫിൽ കൂടെ അല്ലെങ്കിൽ ആ ട്രസ്റ്റിൽ കൂടെ നമ്മൾ ഒരാളെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിനെയോ നമ്മൾ ഇൻവോൾവ് ചെയ്ത് അതൊരു ഫെയ്ത്ത് ആകുമ്പോൾ അപ്പോഴേ നമുക്ക് ഈ മൈൻഡിൻ്റെ പ്രോസസ്സിൽ കൂടെ നമുക്ക് പോകേണ്ടി വരുന്നതായിട്ടുണ്ട്. അടുത്തത് ആണ് ഞാൻ ഈ പറയുന്നതിൻ്റെ ഒരു കൺസെപ്റ്റിനെ കുറിച്ചാണ് എനിക്ക് പറയുന്നത്. വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് നെവർ മൈൻഡ് ദ മൈൻഡ്? ഓക്കെ, നമ്മളിവിടെ പറഞ്ഞു വരുന്നത് നമ്മുടെ ഇത്രയും പ്രോസസ്സുകളിലൂടെയൊക്കെ നമ്മുടെ വരുന്ന തോട്ടുകളിലൊക്കെ വരുന്ന മൈൻഡിനെ മൈൻഡ് ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് മൈൻഡ് ചെയ്യേണ്ടെന്നാണ് ഞാൻ പറയുകയും ചെയ്തത്. അപ്പോൾ നമുക്ക് വേണ്ട പ്രോസസ്സിൽ കൂടെ വേണ്ട നമുക്ക് തോട്ടുകളെ മാത്രം നമുക്ക് എടുക്കുകയും എക്സസീവായിട്ട് വരുന്നതൊക്കെ നമുക്ക് മെൻ്റലി സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മൈൻഡിനെ അധികം മൈൻഡ് ചെയ്യേണ്ട. നമ്മുടെ ജീവിതത്തിൽ നടക്കാനിരിക്കുന്നതായിട്ടുള്ള സംഭവങ്ങൾ അത് ആര് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കാനുള്ള കാര്യങ്ങൾ നടക്കും, നടക്കാണ്ടിരിക്കാത്ത കാര്യങ്ങളൊട്ട് നടക്കത്തുമില്ല. അപ്പോൾ അതെല്ലാം ഒരു പക്ഷേ നമ്മുടെ പ്രവൃത്തികളോ അല്ലെങ്കിൽ നമ്മുടെ കൺട്രോളോ അല്ലാത്ത കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതലും ഈ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ചിലരൊക്കെ ഈ പറഞ്ഞ ഈ സ്പിരിച്വാലിറ്റിയിലൊക്കെ കൂടെ പോകുന്ന ചില ഈ സഹയാത്രികളൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ചിലർ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ചിലരൊക്കെ ആ പ്രോസസ് സ്പിരിച്വാലിറ്റി ആ പാത്തിൽ കൂടെ പോകുന്നവരുണ്ടാവും, എനിക്ക് അറിഞ്ഞുവിടാം. ഒരു സെൽഫ് എൻക്വയറി അല്ലെങ്കിൽ ഹൂ ആം ഐ പ്രോസസ് എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും നമ്മളൊന്ന് ഒരു നമ്മുടെ ഒരു അന്വേഷണമാണ്, ആത്മാന്വേഷണം എന്നൊക്കെ പറയുന്നത്. ഹൂ ആം ഐ ബിയോണ്ട് മൈ തോട്ട്സ് ടു എക്സ്പ്ലോർ ദ നേച്ചർ ഓഫ് ദ സെൽഫ്. അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു സെൽഫുണ്ട്. അപ്പോൾ ആ സെൽഫിനെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പാതയുണ്ട്. അതാണ് സെൽഫ് എൻക്വയറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ആ സെൽഫ് എൻക്വയറി കൂടെ ഒക്കെ പോയിട്ട് ഹൂ ആം ഐ എന്ന പ്രോസസ്സിൽ കൂടെ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ആ ഐ ആയിരിക്കില്ല നമ്മളുടെ ഒരു ഉത്തരം. കാര്യം നമ്മുടെ മനസ്സും ബോഡിയും എല്ലാം കൂടെ ചേർന്ന ഒരു ഈഗോയാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ശരിക്കുള്ള ഒരു സെൽഫ് അല്ല നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. നമ്മൾ ഈ കാണുന്ന എല്ലാ നാമരൂപങ്ങളൊക്കെ കാണുന്ന അത് മനസ്സിൽ കൂടെയും അത് നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ആക്ടിലൂടെ കാണുന്ന മാത്രം ഒരു ഐ ആണത്. അപ്പോൾ അതിനപ്പുറത്തേക്കുള്ള നമ്മുടെ ഒരു അസ്തിത്വത്തിൻ്റെ ഒരു ഭാഗമായിട്ടൊരു ഐ ഉണ്ട്. അപ്പോൾ ചിലർ ഈ സെൽഫ് എൻക്വയറി പ്രോസസ്സിൽ കൂടെ ഒക്കെ പോയിട്ട് അവർ മൈൻഡിനെ ഇല്ലാതാക്കുന്നത് എങ്ങനെയാണ്? ഐ എം നോട്ട് എ മൈൻഡ്. ചിലർ പറയാറുണ്ട് ഐ എം നോട്ട് എ ബോഡി എന്നൊക്കെ പറഞ്ഞിട്ട് ആത്മാന്വേഷണ പാതയിൽ പോകുന്ന സ്പിരിച്വാലിറ്റിയിലൊക്കെ അത്രമാത്രം ഒരു ഹൈ ലെവൽ കോൺഷ്യസുള്ള പലരും ചെയ്യാറുണ്ട്. സോ they are not least bothered about the mind. So they don't believe the self is not a mind. അടുത്തത് നമ്മൾ ലെറ്റിംഗ് ഗോ അറ്റാച്ച്മെന്റ്. നമുക്കെല്ലാം ഉള്ള പ്രശ്നം അതാണ്. നമുക്ക് ഒരുപാട് അറ്റാച്ച്മെന്റ്സ് ജീവിതത്തിലുണ്ട്. പല കാര്യങ്ങളും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ അസ്തിത്വത്തിലും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഒക്കെ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അതിന് ലെറ്റ് ഗോ ചെയ്യാനുള്ള പല
എന്താണ് റിട്രീറ്റ് ചെയ്യാനുള്ള, നമുക്ക് വേണ്ടാന്ന് വെക്കാനുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നോൺ അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ലെറ്റിംഗ് ഗോ അറ്റാച്ച്മെൻറ്റ്സ്. ഇനി നമ്മളൊന്ന് നോക്കിയിട്ട് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് തിങ്കിങ് ആൻഡ് ദ ബീയിങ്. ബീയിങ് എന്ന് പറഞ്ഞാൽ ഞാനൊരു സെൽഫാണ്, ഞാൻ മനസ്സും ശരീരവും ഒന്നും അല്ലാത്ത രീതിയിലുള്ള എനിക്ക് എൻ്റെ അസ്തിത്വം എന്ന് പറയുന്ന ഒരു ദാറ്റ് ഇസ് എ ബീയിങ് ആക്ച്വലി. സ്പിരിച്വാലിറ്റിയിൽ എല്ലാ നമ്മുടെ ഫിലോസഫിക്കൽ ബുക്സോ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ ഒരു പ്ലെയിനിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ബീയിങ് ഉണ്ട്. So let us look at this. What is the difference? The thoughts are like bustling cities racing in every direction. ശരിക്കും അങ്ങനെയല്ലേ? ഇപ്പം നേരത്തെ നമ്മൾ തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, ചിന്തകളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സിറ്റികളിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന, തിരക്കുള്ള സിറ്റികളിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന സിറ്റിയെ പോലെയാണ്. തിക്കും തിരക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എവറി ഡയറക്ഷൻ. അതേസമയം ബീയിങ് എന്ന് പറഞ്ഞാൽ ബീയിങ് ഈസ് അബൌട്ട് fully inhibiting the present moment in the self. അതെന്താണ്? അതുകൊണ്ടാണ് നമ്മൾ ഈ നിമിഷത്തിൽ ഇരുന്നാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന ഒരു ചിന്തകളും ഉണ്ടാവില്ല. ഇപ്പൊ ഈ മൊമെന്റിൽ ജീവിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ പാസ്റ്റും ഇല്ല, പ്രസന്റും ഇല്ല. സോ ദാറ്റ് ഈസ് എ സെൽഫ് കോൺഷ്യസ്നസ്. അപ്പോൾ അതിനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന സെൽഫ് ടോക്കിൽ കൂടെയും അല്ലെങ്കിൽ നമ്മുടെ എനർജി അടക്കം നമ്മളെയൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇങ്ങനെ ഈ പ്രോസസ് കൂടെ വലിച്ചുകൊണ്ടേയിരിക്കുന്ന മൈൻഡിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പ്രസന്റ് മൊമെന്റിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, ഒരു സ്ട്രെസ്സും ഇല്ല. അപ്പോൾ അതിനുള്ള മൈൻഡ്ഫുൾനെസ് മൈൻഡ്ഫുൾ പ്രാക്ടീസിനടക്കം പലരും ചെയ്യുന്ന പ്രാക്ടീസൊക്കെ ഒരു പക്ഷേ അതിനു വേണ്ടിയാണ്. അതാണ് ഞാൻ പറയുന്ന അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടുള്ള, ഞാൻ വിശ്വസിക്കുന്ന ഈ പ്യുവർ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ഒരു സെൽഫ് അവയർനെസ് ഉണ്ട്. എൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു അസ്തിത്വത്തിൽ ഐ എം കോൺഷ്യസ്. പക്ഷെ ആ കോൺഷ്യസ്നസ് മൈൻഡിനെ നമ്മൾ അറിയുന്നുണ്ടോ അറിയുന്നില്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. നമ്മൾ പലപ്പോഴും അറിയാറില്ല. കാര്യം നേരത്തെ ഇവിടെ കറക്റ്റായിട്ട് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ മൈൻഡ് എപ്പോഴും എക്സ്റ്റേണൽ കാര്യങ്ങളിൽ മാത്രമാണ് ശ്രദ്ധ. ഒരിക്കൽ പോലും നമ്മളിതിനെ അത്രമാത്രം കാര്യമായിട്ട് ചെയ്യുന്നവരുണ്ടാവാം. പക്ഷേ അങ്ങനെ ഈ പ്യുവർ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ സെൽഫ് അവയറായിട്ടുള്ള ഒരു സെൽഫിനെ, എൻ്റെ ഉള്ളിലുള്ള സെൽഫിനെ, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള സെൽഫിനെ അറിഞ്ഞ് അതിൽ കൂടി പലരും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇപ്പോൾ സെൽഫ് എൻക്വയറി എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു സെൽഫ് കോൺഷ്യസിനെ അറിയാൻ ശ്രമിക്കുന്ന ഒരു എൻക്വയറി പ്രോസസ്സാണ്. ആ എൻക്വയറി പ്രോസസ്സിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഫൈനലി യു വിൽ ഗെറ്റ് ആൻ ആൻസർ. അപ്പോൾ അത് നമ്മുടെ ബീയിങ്ങിനെയൊക്കെ ഉണ്ട്. നമ്മളിപ്പം ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരുമാനിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല. വരാനുള്ള പ്രശ്നങ്ങൾ എന്തായാലും വരും. നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ അത് അനുഭവിക്കുകയും മാർഗമുള്ളൂ. പക്ഷേ എന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു ആത്മബോധം ഉണ്ടാവും. കൂടുതൽ വെറീസ് ഉള്ളവരെ സംബന്ധിച്ചുള്ള പ്രശ്നം അതാണ്. ദേ ആർ നോട്ട് ഏബിൾ ടു കോൺസെൻട്രേറ്റ് ഓർ മേ ബി ദേ ആർ നോട്ട് ഏബിൾ ടു ഫോക്കസ് ഓൺ ദെയർ റിയൽ ഗോൾസ്. അവർക്ക് എന്താണ് വേണ്ടത്? കാര്യം എപ്പോഴും വേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആയിരിക്കുകയല്ല ചിന്ത. അതിലുപരി നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന, നമ്മളുടെ അസ്തിത്വത്തെ ബാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും. അതാണ് സെൽഫ് ടോക്കായിട്ടും മറ്റുള്ള എക്സ്റ്റേണൽ ഈവൻസ് ഒരുപാടുണ്ട്. നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നതോറും നമുക്ക് പ്രശ്നമാണ്. The more you are interacting outside, you have to accept it. നേരത്തെ പറഞ്ഞ കറക്റ്റായിട്ട് പറഞ്ഞ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് അറിയുകയും കാണുകയും കേൾക്കുകയും ഫീൽ ചെയ്യുകയും ഒക്കെ വേണ്ടി വരും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മുടെ മനസ്സിനെ ഒന്ന് മാറ്റി നിർത്തി നമ്മുടെ സെൽഫിനെ അറിഞ്ഞ് നമുക്ക് ഈ ലൈഫിൽ ഈ പാർട്ടിൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ ജീവിതത്തിൽ കുറച്ച് മനസ്വസ്ഥതക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ മൈൻഡ് എപ്പോഴും അതിൻ്റെതായ രീതിയിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. കാര്യം അതിനെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന എല്ലാ സെൻസിൽ കൂടെ വരും. നമ്മൾ തന്നെ ഈ പറയുന്ന പാസ്റ്റിലോ പ്രസന്റോ ഒക്കെയുള്ള വി ആർ ജനറേറ്റിംഗ് ദ തോട്ട്സ്. അപ്പോൾ അതിനുള്ള ഒരു കൺസെപ്റ്റിൽ കൂടിയാണ് ഈ നെവർ മൈൻഡ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഇതിനെക്കുറിച്ച് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ പലതരത്തിലുണ്ടാവും. ഇതിനകത്ത് സ്പിരിച്വാലിറ്റി പറയാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട്. എന്തിനാണ് സ്പിരിച്വാലിറ്റി പറയുന്നത് പറഞ്ഞാൽ അതാണല്ലോ അപ്പം നമ്മളായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളിൽ നിൽക്കുന്ന നമ്മൾ ഈ
ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പ്യുവർ കോൺഷ്യസ്നെസ്സിന്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെ നമ്മളൊന്ന് അറിയാൻ ശ്രമിച്ചാൽ തന്നെ നമ്മൾ ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ തീർച്ചയായിട്ടും നമുക്ക് മോചനം ആ വഴിക്കൂടെ കിട്ടാം എന്നുള്ളത് ഒരു സ്പിരിച്വൽ പാത്താണ്. അതിനകത്ത് വിശ്വാസം എല്ലാവർക്കും ഈ പറഞ്ഞ ഒരു സ്പിരിച്വൽ പാത്തിൽ വിശ്വാസം വരണമെന്നില്ല. നമ്മുടെ ലോജിക്കൽ മൈൻഡിൽ കൂടെ മാത്രം കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇതിനൊക്കെ എവിഡൻസ് എവിടെ നിന്ന് കൊണ്ടുവരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ സയന്റിഫിക്കൽ എവിഡൻസ് ഒന്നും കാണുമില്ല. ബട്ട് ഇറ്റ്സ് എ ട്രൂത്ത്, പരമസത്യമാണിത്. അപ്പം അത് പല തരത്തിൽ വ്യാഖ്യാനിച്ചത് എവിടെ എങ്ങനെ സമർത്ഥിക്കണമെന്ന് നമുക്ക് ഒരുപക്ഷെ സയന്റിഫിക് റൂളിൽ കൂടെ ഒരുപക്ഷെ സാധിക്കില്ല. ബട്ട് ദിസ് ഇസ് ദ ട്രൂത്ത്, അൾട്ടിമേറ്റ് ട്രൂത്ത്, ദാറ്റ് ഇസ് എക്സിസ്റ്റൻസ്. നമുക്ക് അതിനു വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ ഈ പവർ ഓഫ് പ്രസൻസിൽ കൂടെ പല കാര്യങ്ങളും ചെയ്യുന്നത്. എന്താണ് ലിവിങ് ഇൻ ദ പ്രസന്റ്? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ നിമിഷത്തിൽ ജീവിച്ചാൽ തന്നെ ഈ പറയുന്ന മൈൻഡിലുള്ള നമ്മുടെ വേട്ടയാടൽ നിൽക്കും. നമുക്ക് നമ്മളെ തന്നെ നിൽക്കാൻ ഉള്ള മാനസിക ശക്തി, മനോശക്തി കിട്ടും. അതെങ്ങനെ കിട്ടുന്നതിനുള്ള മാർഗങ്ങളാണ് നമ്മൾ ഇവിടെയൊക്കെ ഈ പ്ലാറ്റ്ഫോമിൽ അടക്കമൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് മൈൻഡ്ഫുൾ ബ്രീത്തിങ്, ബീങ് ഫുള്ളി എൻഗേജ്ഡ്. അപ്പോൾ ഈ മൈൻഡ്ഫുൾ ബ്രീത്തിങ് അല്ലെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ വെറുതെ ഇരുന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ കുറേ ബ്രീത്തിങ് ഇൻഹേലും എക്സേലും ചെയ്താൽ, സോ യു ഹാവ് ടു ബി ഫുള്ളി എൻഗേജ്ഡ്. അതൊരു ഫീലിങ്ങോടുകൂടി തന്നെ ഇമോഷണലി ഒക്കെ വേണം ഈവൻ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് പോലും നടത്തുന്നത്. കാര്യം ഇതാണ്, നമ്മളെ തോട്ടുകളൊക്കെ വലിച്ചുകൊണ്ട് പോകും. ഇഫ് യു ആർ നോട്ട് അവെയർ അബൌട്ട് യുവർ ബീയിങ്, the best technique is to practice mindful breathing. You have to watch your breathing. That is one method of controlling the thoughts. Observing without judgment. നമ്മുടെ ഇവിടുത്തെ ക്ലാസ്സുകളിലൊക്കെ എപ്പോഴും പറയുന്നതാണ്, ഓക്കെ, നോ ജഡ്ജ്മെന്റ്. ഒബ്സർവ് വാട്ട് യു ആർ ദെയർ, ഒബ്സർവ് വാട്ട് യു ആർ ബീയിങ്. അപ്പോൾ അതിന് നമുക്ക് എൻഗേജ് ദ സെൻസസ്, നമ്മളെ തന്നെ ഒന്ന് അറിയാനുള്ള ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെ വി ഹാവ് ടു ഒബ്സർവ് അവർസെൽസ്. മൈൻഡ്ഫുൾ വാക്കിംഗ് ഉണ്ട്, മൈൻഡ്ഫുൾ ഈറ്റിംഗ് ഉണ്ട്, മൈൻഡ്ഫുൾ ലിസണിങ് ഉണ്ട്, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇതെല്ലാം ഈ മൈൻഡ്ഫുൾനെസ്സിൽ കൂടെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഒരു പക്ഷേ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ വി ക്യാൻ ഹാവ് എ മൈൻഡ്ഫുൾ വാക്കിംഗ്, എൻജോയ് വാട്ട് യു ആർ ഡൂയിങ് അറ്റ് ദ പ്രസന്റ് മൊമെന്റ്. മൈൻഡ്ഫുൾ ഈറ്റിങ്ങിലുണ്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും അതിൻ്റെ എല്ലാ തരത്തിലുള്ള സ്വാദും കളറും ഒക്കെ വെച്ചുകൊണ്ട് അതൊരു മൈൻഡ്ഫുൾ ഈറ്റിംഗ് ആണ്. അങ്ങനെ ചെയ്യുന്ന ധാരാളം പേരുണ്ട്. ദർ ആർ മെനി പീപ്പിൾ പ്രാക്ടീസ് ദിസ് ആൻഡ് ദേ ഓൾ ഹാവ് ദ മെൻ്റൽ പീസ്. അതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുപോലെ എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നവരുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നവർക്കുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നന്ദിയോടെ നമ്മൾ അത് ഓർക്കുകയും, അപ്പോൾ അതിനൊക്കെയുള്ള ഈവൻ പ്രപഞ്ചത്തിനോട് പോലും എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. നമുക്കൊരു ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് നമ്മളിവിടെ ഇപ്പം നമ്മുടെ ഈ ജന്മത്തിലൂടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് നയിക്കാൻ വേണ്ടിയിട്ടുണ്ട് വി ഹാവ് ടു ഹാവ് എ വെരി പീസ്ഫുൾ മൈൻഡ് ടു ആക്ട് അവർ പാർട്ട്. ഇനി ഞാനിത് പറഞ്ഞെങ്കിലും ഇതിന് നമ്മുടെ ബ്രീത്തിങ്ങിൽ വലിയൊരു റോളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാനത് ചെറുതായിട്ട് ഇവിടെ ഒരു പരാമർശിക്കുന്നേ ഉള്ളൂ. സോ ബ്രീതിങ് ഇസ് എ പവർഫുൾ വേ ടു ആങ്കർ അവേഴ്സെൽഫ്. ആങ്കറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാമായിരിക്കും. ഒരു പക്ഷേ ആങ്കർ എൻ്റെ ശരിക്കുള്ള മീനിങ്ങിൽ പറയാം, ഈ പ്രക്ഷുബ്ധമായ കടലിലൊക്കെ ഓടുന്ന കപ്പലിനെ പോലും ഒരു ആങ്കർ ഉണ്ടെങ്കിൽ അതിനെ നിലനിർത്താൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമുക്കും പല ആങ്കറിങ് ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അത് NLP പോലുള്ള ടെക്നിക്സിലൂടെയൊക്കെ അത് പഠിപ്പിക്കാറുണ്ട്. അപ്പം നമ്മളൊരു കാര്യത്തിൽ അത് നമ്മുടെ സെൻസിൽ കൂടെ ഒക്കെയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു ടൂൾ അതാണ്. നമ്മുടെ ബ്രീത്തിങ്ങിനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് പിന്നെ വലിയ ഓപ്പണിങ്ങിൽ കൂടെ ഒന്നും നമ്മളെ ചിന്തകളെ നമുക്ക് അഫക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇൻറപ്റ്റ് സൈക്കിൾസ് ഓഫ് ഓവർ തിങ്കിങ്, അതാണ് ഏറ്റവും വലിയ ഗുണം. നമ്മളിങ്ങനെ ഈ ബ്രീത്തിങ്ങിനെ ഏറ്റവും നല്ല രീതിയിൽ, ബ്രീത്തിങ്ങിന് പല ടെക്നിക്സ് ഉണ്ട്. ബ്രീത്ത് ചെയ്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഓവർ തിങ്ക് ചെയ്തില്ല, അഥവാ ഈ ചിന്തകൾ നമ്മളെ ഭരിച്ചുകൊണ്ടേയിരിക്കും. ആ ചിന്തകളുടെ പുറകെ പോയില്ലെങ്കിൽ യു ക്യാൻ ഹാവ് എ വെരി പീസ്ഫുൾ മൈൻഡ്ഫുൾ പ്രാക്ടീസിങ് ത്രൂ ദി ബ്രീത്തിങ്. അടുത്തത് റെഗുലേറ്റിംഗ് ദ നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അടക്കമായി നമുക്ക് പ്രഷർ കുറഞ്ഞു കിട്ടും, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ പിന്നെ ശരിയായി കിട്ടും, നമ്മുടെ ഒരു ഓവർഓൾ വെൽബീയിങ്
നമ്മുടെ ശരിയായിട്ടുള്ള ബ്രീത്തിങ്ങിൽ കൂടി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇമോഷണൽ റെഗുലേഷൻ, നമുക്ക് എന്താ പറയുക, അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാ ഇമോഷൻസിൽ കൂടിയാണ്, അതിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തതും ഒരു മൈൻഡ് ബോഡി കണക്ഷനും കിട്ടും. ശരിക്കും ബ്രീത്തിങ്ങിൽ കൂടെ ആകുമ്പോൾ നമുക്ക് ഈ സെൻസേഷനിൽ എല്ലാം കൂടെ നമുക്കൊരു നല്ല ഒരു ശാരീരിക മാനസിക സുഖം നല്ല രീതിയിൽ ബ്രീത്ത് ചെയ്താൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ ഹാവ് എ കൺട്രോൾ ഓൺ യുവർ തോട്ട്സ്. സോ യു ആർ മൈൻഡ്ഫുള്ളി ഡൂയിങ്, മൈൻഡ്ഫുൾ ഡ്രൈവ് ചെയ്യുന്നവർ പോലും ഉണ്ട്. ഞാൻ നേരത്തെ പറയാൻ പറ്റിയില്ല. അപ്പോൾ എന്ത് ചെയ്യുന്ന പ്രവൃത്തിയിലും നമുക്കൊരു ശ്രദ്ധാപൂർണത, അതാണ് ശരിക്കും പറഞ്ഞാൽ മൈൻഡ്ഫുൾനെസ്സിൻ്റെ ശരിയായിട്ടുള്ള ഒരു മലയാളത്തിൽ പറഞ്ഞത്. നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധയില്ലാതാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കേൾക്കുന്നത് പോലും നമുക്ക് അത്ര ശ്രദ്ധയില്ലാതാണ്. നമ്മൾ ഇനിയിപ്പോൾ വീട്ടിലുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിലിരിക്കുകയാണെങ്കിലും ഓഫീസിലൊക്കെ ആണെങ്കിലും നമ്മൾ മറ്റുള്ളവർ പറയുന്ന അത്ര ശ്രദ്ധിക്കാറില്ല, നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ശ്രദ്ധാപൂർണത എല്ലാ കാര്യത്തിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ തരത്തിലുള്ള ചിന്തകളെ പോലും നമുക്ക് തീർച്ചയായിട്ടും അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ് വിൽ ഗിവ് യു ആൻ ഇംപ്രൂവ്ഡ് വെൽ ബീയിങ്. ഇനി എന്തൊക്കെയാണ് ഈ പറയുന്ന മനസ്സിനെ പിടിച്ചു കെട്ടാനുള്ള ടെക്നിക്സ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ടെക്നിക്സ് ടു ക്വയറ്റ് ദ മൈൻഡ്? It's very difficult, but again, we can do this. There is nothing, impossible. So what is that? ഞാൻ നേരത്തെ പറഞ്ഞ മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ നല്ലൊരു പ്രാക്ടീസാണ്. ഓക്കെ, ബീയിങ് ഇൻ ദ പ്രസന്റ് മൊമെന്റ്. നമുക്ക് നല്ല രീതിയിൽ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ക്രിയേറ്റ് എ ക്വയറ്റ് മൈൻഡ്. ഫോക്കസിങ് ഓൺ ദ ബ്രീത്ത് ഞാൻ നേരത്തെ പറഞ്ഞു. ഒബ്സർവിങ് തോട്ട്സ് വിത്തൗട്ട് ജഡ്ജ്മെന്റ്, അത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ക്വയറ്റ് മൈൻഡിന് വേണ്ടിയുള്ള ടെക്നിക്കുകൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻഗേജിങ് ദ സെൻസസ്, അതും ഒരു മെത്തേഡാണ്. ദ നെക്സ്റ്റ് ഈസ് ഗ്രൗണ്ടിങ് ടെക്നിക്സ് യൂസിങ് സൈറ്റ്, സൗണ്ട് ആൻഡ് ടച്ച്, ഫീലിംഗ്. ഇത് NLP പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും. ഇത് പ്രൈമറി നമ്മുടെ VAK എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷ്വൽ ഓഡിറ്ററി കിനസ്തെറ്റിക്. നമ്മുടെ ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മുടെ ആൻ്റണി സാറൊക്കെ ആണെങ്കിലും നമ്മളെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നതിന് മുൻപേ നമ്മൾ കാണുന്ന 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ കൊടുക്കും, കേൾക്കുന്ന 5 കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കും, അതുപോലെ നമ്മൾക്ക് ഫീൽ ചെയ്യുന്ന, അതാണ് കിനസ്തെറ്റിക്സ്. അതിൽ കൂടെ 5 കാര്യങ്ങളെയൊക്കെ നമ്മൾ വളരെ ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഗ്രൗണ്ടിങ് എന്ന് പറയും. വി ആർ ഗ്രൗണ്ടിങ് ടു have a good meditation. അപ്പോൾ അങ്ങനെ നമ്മുടെ സെൻസിനെയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് വി ക്യാൻ ഹാവ് മൈൻഡ്ഫുൾ ആക്ടിവിറ്റീസ്. ആൻഡ് ദെൻ ദർ ആർ മെനി പീപ്പിൾ യൂട്ടിലൈസിങ് ദി ബെനിഫിറ്റ്സ് ഓഫ് യോഗ. ചിലർ വെറുതെ നടക്കാൻ പോണ്ട്. പ്രകൃതി, സാബു സാറിനെ പോലുള്ളവരൊക്കെ ശരിക്കും ഒരുപാട് യാത്രകളൊക്കെ ചെയ്തിട്ട് എന്താണ് നേച്ചറിനൊക്കെ എൻജോയ് ചെയ്യണം. തീർച്ചയായിട്ടും നമ്മുടെ മൈൻഡിനെ ഒരു വലിയ കുളിർമ തന്നെയാണ്. നല്ല കാണാൻ, പ്രത്യേകിച്ചും കാണാത്ത സ്ഥലങ്ങളൊക്കെ പോയിട്ട് പിന്നെ നമ്മൾ അങ്ങനെ കാണുന്ന കാഴ്ചകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഒരു ബ്രേക്ക് സ്റ്റേറ്റ് തന്നെയാണ്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന അവസ്ഥകളിൽ നിന്നൊക്കെ വലിയൊരു ചേഞ്ചിനെ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ വേറൊരു മാർഗമാണ് പലതരത്തിലുള്ള കലാരൂപങ്ങൾ. പ്രത്യേകിച്ചും ഇപ്പം മ്യൂസിക് അറിയാൻ വയ്യാത്തതാണെങ്കിൽ മ്യൂസിക് പഠിക്കുന്നത് നല്ല മാർഗമാണ്. പല കലാരൂപങ്ങളും ചെയ്യുന്നത് നല്ലതാണ്. ഡ്രോയിങ് ചെയ്യുന്നവരുണ്ട്, പെയിൻറ്റിങ് ചെയ്യുന്നവരുണ്ട്, ഈവൻ പുതിയതായിട്ട് തയ്യൽ പഠിക്കുന്നവരുണ്ട്, ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ട്. സോ ദീസ് ആർ ഓൾ ടെക്നിക്സ് ടു ഹാവ് എ ക്വയറ്റ് മൈൻഡ്, മീനിങ് യു ആർ കൺട്രോളിങ് യുവർ സെൽഫ് ആൻഡ് യു ആർ ഫോക്കസിങ് ഓൺ activities which will give you the correct way of forwarding to your goals. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് പിന്നെ അറിയാം, ഈ മെൻ്റൽ റീസ്ട്രക്ചറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതും NLPയിൽ പഠിപ്പിക്കുന്ന ഒരു ടൂളാണ്. നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റിയിൽ തന്നെ പുതുതായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺസ് ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ ബ്രെയിൻ പാത്വേസ് ഒക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് തോട്ട് പ്രോസസ്സിൽ കൂടെ പോയിട്ട് ഈ നെഗറ്റീവ് തോട്ട്സുകളൊക്കെ മാറ്റാം. ദാറ്റ്സ് കോൾഡ് ദി റീഫ്രെയിമിംഗ് ഓഫ് അവർ തോട്ട്സ്. എങ്ങനെയാണ്? ഐഡന്റിഫൈ നെഗറ്റീവ് ഓർ ഡിസ്റ്റോർട്ടഡ്. അതെല്ലാം തോട്ട്സ് എന്ന് പറയാനല്ല, ഓരോ പാറ്റേൺസ് ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ. നെഗറ്റീവ് തോട്ട്സും അങ്ങനെ തന്നെയാണ്, ഡിസ്റ്റോർട്ടഡ് തോട്ട്സും അങ്ങനെയാണ്. സോ ഓൾ ദി നെഗറ്റീവ് തോട്ട്സ് ആക്ച്വലി കം ത്രൂ patterns. So we have to identify what kind of thoughts are affecting me now.
ചലഞ്ച് വാലിഡിറ്റി ഓഫ് ദീസ് തോട്ട്സ്. അപ്പൊ ഇങ്ങനെ വന്നിട്ട് നമുക്ക് എന്നെ ചലഞ്ച് ചെയ്യാം. ഇതിന്റെ എന്താണ് ഇതിൽ നിന്നുള്ള എനിക്ക് ഈ തോട്ടിൽ കൂടെ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ പോകുന്ന തോട്ട് പ്രോസസ്സിൽ കൂടെ പോയാൽ വാട്ട് ബെനിഫിറ്റ്സ് ഐ വിൽ ഗെറ്റ് ഇറ്റ്. യു ക്യാൻ റീഫ്രെയിം യുവർ തിങ്കിങ് ഇൻ ദാറ്റ് വേ. നെക്സ്റ്റ് ഈസ് റീപ്ലേസ് നെഗറ്റീവ് തോട്ട്സ് വിത്ത് മോർ റിയലിസ്റ്റിക് ആൻഡ് ബാലൻസ്ഡ് വൺ. നമുക്ക് ഒരു 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 ബാഡ് മൂഡിൽ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന ചിന്തകളെ, നെഗറ്റീവ് തോട്ടുകളെ ശരിക്കും പോസിറ്റീവ് ആക്കാൻ പറ്റും. ഈ പറയുന്ന ഈ കാണിച്ചിരിക്കുന്ന ഒരു ഇലിസ്ട്രേഷനിൽ കൂടെ നമ്മൾ പറയാറുണ്ട് ബൾബ് കത്തുക എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്. സോ ദർസ് എ ലൈറ്റ് coming up. So all our bad moods, all our emotions, including the bad emotions, are all we are restructuring our thoughts from a negative to positive. അടുത്തത് എന്താണ്? ആക്ച്വലി ദിസ് ഇസ് ദ ലെറ്റിംഗ് ഗോ പ്രോസസ്സാണ്. നമ്മളിത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് ഇതിനൊരു പ്രോസസ്സിൽ കൂടെ പോവുകയാണെങ്കിൽ യു ഹാവ് ടു അക്സെപ്റ്റ് യുവർ ഡിഫിക്കൽട്ട് ഇമോഷൻസ്. നമ്മൾ അതിനെ വേണ്ടാന്ന് വെക്കാനായിട്ട് ഒരിക്കലും പറ്റില്ല. യു ഹാവ് ടു പ്രോസസ് ദാറ്റ് വാട്ട് എവർ ദ ഡിഫിക്കൽട്ട് ഇമോഷൻസ് യു ആർ അണ്ടർ. അല്ലെങ്കിൽ നമ്മളെ അങ്ങനെയുള്ള ഭരിക്കുന്ന ചിന്തകളെ നമ്മൾ മൈൻഡ് ചെയ്തായിരിക്കാനും പറ്റില്ല. യു ഹാവ് ടു ഡു സം പ്രോസസ് ഫോർ ദാറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ എംഫസൈസ് ഓൺ ഇമ്പോർട്ടൻസ് ഓഫ് അക്സെപ്റ്റിംഗ് ഡിഫിക്കൽട്ട് തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് റാദർ ദാൻ ട്രൈങ് ടു സപ്രസ് ഇറ്റ്. ഒരിക്കലും നമ്മൾ അതിനെ അടിച്ചൊതുക്കാൻ പറ്റത്തില്ല. സോ ദാറ്റ് യു ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്. The advantages are, if you accept it, you can reduce the emotional reactivity. നമ്മൾ പെട്ടെന്ന് അതിനെ പ്രതികരിക്കാനൊന്നും പോകത്തില്ല. ശരിക്കും പറയാം, ഇപ്പം എൻ്റെ ഒരു മോശം അവസ്ഥ ഉണ്ടെങ്കിൽ ഐ വിൽ റിയലൈസ് ദാറ്റ് ഐ ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്. ഐ ഹാവ് ടു റിയലൈസ് ഇറ്റ്. ദിസ് ഈസ് മൈ കറണ്ട് സ്റ്റേറ്റ്. ഓക്കെ, സോ ദെൻ ഇറ്റ് വിൽ റെഡ്യൂസ് ദി ഇമോഷണൽ ഫങ്ഷനിങ്. മേ ബി ഫോക്കസ് ഓൺ വാട്ട് ട്രൂലി മാറ്റേഴ്സ് ഇൻ ലൈഫ്. നമ്മൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയോ അർത്ഥവത്തായ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ പല കാര്യങ്ങളിലും നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. ദെൻ ലീവ് വിത്ത് ഗ്രേറ്റർ പ്രസൻസ് ആൻഡ് ഇൻറ്റൻഷൻസ്. അതാണ് നമുക്ക് നമ്മുടെ പല ഇൻറ്റൻഷൻസിൽ ഉണ്ടല്ലോ. നമ്മൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന അടക്കം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തിക്കാണെങ്കിലും ഒരു ഇൻറ്റൻഷൻ ഉണ്ടല്ലോ. അപ്പോൾ ആ ഇൻറ്റൻഷനൊക്കെ പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. ഇനിയും പ്രാക്ടിക്കൽ സ്ട്രാറ്റജീസ് ഓഫ് ഡെയിലി ലൈഫ് എന്തൊക്കെയാണ് ഈ ഡോണ്ട് ദ മൈൻഡ് നമുക്ക് നോക്കാം. പ്രാക്ടിക്കൽ ടിപ്സ് മാനേജിങ് തോട്ട്സ് ആൻഡ് ഇമോഷൻസ്. ഇത് എന്തൊക്കെയാണ് പ്രാക്ടിക്കൽ ടിപ്സ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈൻഡ്ഫുൾ പ്രാക്ടീസ് നമുക്ക് ചെയ്യാൻ പറ്റും. ചിലർ ജേർണലിംഗ് ചെയ്യാറുണ്ട്. ജേർണലിംഗ് ടു എക്സ്പ്ലോർ തോട്ട്സ്. വളരെ വിശദമായിട്ട് ഡയറി എഴുതുന്ന പോലെയല്ല. ജേർണലിംഗ് ലിറ്റിൽ ബിറ്റ് ഡിഫറെൻറ്റ് ഫ്രം വാട്ട് യു ആർ ഇൻ എ ഡയറി റൈറ്റിംഗ്. നമുക്ക് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ലൈഫിൽ ഈ പറയുന്ന കൺട്രോൾ നമുക്ക് വരുത്താൻ പറ്റും. യു ആർ എൻഗേജിങ് ഇൻ ആക്ടിവിറ്റി ദാറ്റ് ബ്രിങ് ജോയ്. നമുക്ക് ഏറ്റവും സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്ന ആക്ടിവിറ്റികളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഓവർ തിങ്കിങ് നമുക്ക് സമയം കിട്ടത്തില്ല. യു ആർ എൻഗേജ്ഡ് വിത്ത് ആക്ടിവിറ്റീസ് വിച്ച് യു ലൈക്ക് മോസ്റ്റ്ലി. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനാണ്. അതുകൊണ്ട് പലരും ഇപ്പം നമുക്ക് തന്നെ കാണാം, നമുക്ക് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ പലരും ഇപ്പോൾ ചെയ്യുന്ന കാണാം. പ്രത്യേകിച്ചും ഈ റിട്ടയർഡ് ലൈഫിലൊക്കെ ഉള്ളവരെ ഒരുപാട് പേരെ കാണാം. വളരെ ബിസി ആയിട്ടുണ്ടായിരുന്ന സമയത്ത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇപ്പം ചെയ്യുന്ന യാത്രകളടക്കം പലതും. ഈവൻ മ്യൂസിക്കൊക്കെ പഠിക്കുന്ന ഞാൻ അടുത്തിടെ ഒരാളിനെ കണ്ടത്. ഷീ ഈസ് 81 years ഇൻ ബാംഗ്ലൂർ. ഓക്കെ, മ്യൂസിക് പഠിക്കുന്നുണ്ട്. പഠിച്ചു കഴിഞ്ഞതിന് ശേഷമുണ്ട് എൻ്റെ ഇന്റർവ്യൂ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒരുപാട് നമ്മുടെ ഈ അറ്റൻഷനൊക്കെ തീർച്ചയായിട്ടും നമുക്ക് മാറ്റാൻ സാധിക്കും. സീക്കിംഗ് സപ്പോർട്ട് ഫ്രം ഫ്രണ്ട്സ്, ഫാമിലി ആൻഡ് ഈവൻ ഫ്രം എ തെറാപ്പിസ്റ്റ്. നമുക്ക് അങ്ങനെയുള്ള ഈ ഒരുപാട് നമ്മളെ അലട്ടുന്ന അല്ലെങ്കിൽ ഈ തോട്ട് പ്രോസസ്സുകളിൽ ഒരുപാട് വന്നിട്ട് ഇപ്പം നേരത്തെ ഇവിടെ ആരോ സൂചിപ്പിച്ചിരുന്നു, ഇങ്ങനെ വരുന്നവർ കൂടുതൽ ഒരുപാട് ചിന്തകൾ അവരെ അലട്ടി അവരുടെ മാനസിക നിലയിൽ തന്നെ ഒരു പക്ഷേ അഫക്റ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കാം. ഓഫ് കോഴ്സ്, ഇഫ് യു ഹാവ് ഗുഡ് ഫ്രണ്ട്സ്, നമ്പർ 1 is the good friends, and from family members they can get support. And finally, if you think that you need a support from a therapist, find out a resourceful therapist who can help you. So what are the benefits of a balanced mind? So നമ്മൾ ഈ മൈൻഡിൽ കൂടെ കൺട്രോൾ വന്നു, നമ്മുടെ തോട്ടുകൾക്കൊക്കെ ഒരു കടിഞ്ഞാണിട്ടു. അതിനുശേഷം ഈ പറയുന്ന പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ there are some benefits
you are cultivating from a balanced mind. ഏറ്റവും നല്ലതാണ് നമ്മുടെ ഇംപ്രൂവ്ഡ് മെന്റൽ ക്ലാരിറ്റി ആൻഡ് ഫോക്കസ്. നമ്മുടെ തന്നെ മനസ്സിന് നല്ല ക്ലാരിറ്റി ഉണ്ടാവും. സോ ദാറ്റ് യു ക്യാൻ ഹാവ് എ ബെറ്റർ ഫോക്കസ്. ഇമോഷണൽ സ്റ്റെബിലിറ്റി, എൻഹാൻസ്ഡ് ഇമോഷണൽ സ്റ്റെബിലിറ്റി കിട്ടും. റെഡ്യൂസ്ഡ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. നമുക്ക് ഈ പറയുന്നത് വലിയൊരു ഇതാണ്, എല്ലാവർക്കും ഉള്ള കാര്യമാണ് സ്ട്രെസ്, അൺനെസസറി സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി, ആകാംക്ഷ, വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വെറുതെ ഇരുന്ന് ആകാംക്ഷയോടെ ഇരിക്കുക. അപ്പോൾ അതിനൊക്കെ ഒരു കൺട്രോൾ കിട്ടും. ദെൻ ഇംപ്രൂവ്ഡ് റിലേഷൻഷിപ്പ്, ഒരുപക്ഷെ ബന്ധങ്ങൾ തന്നെ നമുക്ക് മെച്ചപ്പെടും. ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ചെയ്യുന്ന നമുക്ക് നല്ല ഒരു മെൻ്റൽ ബാലൻസിൽ കൂടാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് പല പ്രൊഡക്ടിവിറ്റിയും ഏത് ജോലിയാണെങ്കിലും നമുക്കത് ടൈം ബൗണ്ടഡ് ആയിട്ട് അടക്കം തീർക്കാൻ പറ്റും. തന്നെയല്ല ക്രിയേറ്റിവിറ്റി കൂടുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടതിനേക്കാളും വി ക്യാൻ be more creative to finish our assignments. Better physical health, even physical health better ആവാറുണ്ട്. കാര്യം മനസ്സും ബോഡിയും കൂടെ ചേർന്നാണല്ലോ. അപ്പോൾ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഉണ്ടാവുന്നത് ആക്ച്വലി ഇറ്റ് വിൽ ഓൾസോ ഗീവ് സം ബെനിഫിറ്റ്സ് ടു യുവർ ഫിസിക്കൽ ഹെൽത്ത്. ഗ്രേറ്റർ സെൻസ് ഓഫ് വെൽ ബീയിങ്, നമ്മൾക്ക് തന്നെ മൊത്തത്തിലുള്ള നമ്മുടെ തന്നെ ഒരു ബാലൻസ്ഡ് അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു സെൽഫിൽ കൂടെയുള്ള ഒരു സെൻസ് നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും. ഇതാണ് നമ്മൾ ഈ നെവർ മൈൻഡ് ദ മൈൻഡ് എന്ന ചെറിയ ഈ കൺസെപ്റ്റിൽ കൂടെ ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു തലത്തിലേക്കൊക്കെ നമുക്ക് വീണ്ടും ഒരുപക്ഷെ ഇതിനകത്ത് പല പോയിന്റുകളും ഉണ്ടാവും. എങ്കിലും നമുക്ക് നമ്മളായിട്ട് എടുക്കേണ്ട കുറേ ആക്ഷൻസ് ഉണ്ട്. അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നെവർ മൈൻഡ് ഈസ് നോട്ട് അബൌട്ട് റിജക്റ്റിംഗ് ദ മൈൻഡ്. നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സിനെ റിജക്റ്റ് ചെയ്യുകയല്ല, ബട്ട് റെക്കഗ്നൈസിങ് ഇറ്റ്സ് ലിമിറ്റേഷൻ. നമ്മുടെ മനസ്സിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിനെ റെക്കഗ്നൈസ് ചെയ്ത് മാത്രമേ അപ്പൊ അങ്ങനെ ലിമിറ്റേഷൻസ് റെക്കഗ്നൈസ് ചെയ്താൽ യു ക്യാൻ ടേക്ക് പ്രൊആക്റ്റീവ്നെസ്, അറിഞ്ഞുകൊണ്ട് തന്നെ. അടുത്തത് ഇറ്റ്സ് ആൻ ഇൻവിറ്റേഷൻ ടു എക്സ്പ്ലോർ ഡീപ്പർ ഡയമെൻഷൻസ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് കണക്ഷൻ. നമുക്ക് വളരെ ആഴത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ കൂടെ കിട്ടും. അതിൽ കൂടെ നമുക്ക് ഒരു കണക്ഷൻ കിട്ടും. ഇറ്റ്സ് ആൻ ഇൻവിറ്റേഷൻ ടു എക്സ്പ്ലോർ ഡീപ്പർ ഡയമെൻഷൻസ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് കണക്ഷൻ. ഇറ്റ്സ് എ കോൾ ടു കൾട്ടിവേറ്റ് ഇന്നർ പീസ്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഈ പോയിന്റിൽ നിന്നായിരുന്നു. നമ്മുടെ ആത്മസമാധാനം, അതിനാണല്ലോ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ളത്. സോ ഇറ്റ് വിൽ കൾട്ടിവേറ്റ് ഇന്നർ പീസ്. മറ്റുള്ളവരോടും ഈ ജീവിക്കുന്നതിൻ്റെ പലതരത്തിലുള്ള അർത്ഥതലങ്ങളും ഒക്കെ ഇങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റിൽ കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്ന മൈൻഡ് സെറ്റിൽ കൂടെ നമുക്ക് തീർച്ചയായിട്ടും നേടാൻ പറ്റും. ഇതായിരുന്നു ഇന്നത്തെ ഞാൻ പറഞ്ഞ നെവർ മൈൻഡ് ദ മൈൻഡ് എന്ന ഈ കൺസെപ്റ്റ്. അപ്പം താങ്ക് യു സാബു സർ, താങ്ക് യു എവറി വൺ for actively listening me on the subject called never mind the mind. Thank you very much. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. വളരെ മനോഹരമായൊരു സെഷൻ. തീർച്ചയായിട്ടും നമുക്ക് നമ്മളിങ്ങനെ പറയും മനസ്സിനെ കുറിച്ച് മലയാള അല്ലെങ്കിൽ ഇന്ത്യൻ പൈതൃകത്തിൽ നമ്മളിങ്ങനെ പറയും മനസ്സെന്ന് പറയുന്നത് സങ്കല്പ വികല്പ ദർപ്പണ ദൃശ്യ പ്രതലം എന്ന് പറയും. അപ്പോൾ നമ്മളുടെ യാഥാർത്ഥ്യവും സാങ്കല്പികവുമായ എല്ലാ കാര്യങ്ങളും ഏത് പ്ലാറ്റ്ഫോമിലാണോ സംയോജിക്കുന്നത് അതിനെ നമ്മൾ മനസ്സെന്ന് പറയും. അപ്പൊ ഈ ഏതൊരു മനുഷ്യനെ നോക്കിയാലും ശരീരവും മനസ്സുമുണ്ട് തീർച്ചയായും. പക്ഷെ പലപ്പോഴും ശക്തമായ മനസ്സുള്ള വ്യക്തികളിലും ശക്തമായ ശരീരമുള്ള വ്യക്തികളിലും മനസ്സിന്റെ ആ പ്രബലത കുറവാണെങ്കിൽ എല്ലാം തകിടം മറിഞ്ഞു പോകും. മനസ്സ് പ്രയോഗിക്കുന്ന റോള് വളരെ പ്രത്യേകതയുള്ളതാണ്. അപ്പൊ അവിടെയാണ് ഇന്നത്തെ മനോജ് സാറിന്റെ ടോപ്പിക്കിന്റെ പ്രത്യേകത, നെവർ മൈൻഡ് ദ മൈൻഡ്. അപ്പൊ മനസ്സിനെ എങ്ങനെ മൈൻഡ് ചെയ്യണം, മൈൻഡിനെ എങ്ങനെ മൈൻഡ് ചെയ്യണം എന്നുള്ളത് വലിയൊരു പ്രഹേളിക തന്നെയാണ്. അത് കൃത്യമായിട്ട് അറിയാവുന്നവർക്ക് തീർച്ചയായിട്ടും ജീവിതത്തെ തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകും. ഓരോ റിസോഴ്സ് ഇല്ലെങ്കിൽ പോലും
എല്ലാം റിസോഴ്സായി കണ്ടുകൊണ്ട് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നുള്ളതിന് ഒത്തിരി ഉദാഹരണങ്ങൾ അല്ലേ. 2 കൈയും 2 കാലും ഇല്ലാത്ത അതിപ്രഗത്ഭനായ മോട്ടിവേഷൻ ട്രെയിനറെ കാണുമ്പോൾ ഈ 2 കൈയും 2 കാലും ഉള്ള നമ്മളൊക്കെ എന്ത് വിചാരിക്കും അല്ലേ? അതുപോലെ എന്തോ ഒരു അത്ഭുതങ്ങളാണ്. അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള റിസോഴ്സുകൾ ശാരീരികമായിട്ടുണ്ടെങ്കിലും മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നമുക്കറിയാം കോഫി ഡേ എന്നൊക്കെ പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ചീഫ് അല്ലെങ്കിൽ ഫൗണ്ടർ തന്നെ ഒരു ചെറിയ പ്രശ്നം പോലെ കുട്ടികളെ ശ്രദ്ധിച്ചു നോക്കി അറിയാം. പരീക്ഷയ്ക്ക് ജയിക്കുമെന്ന് ഉറപ്പുള്ള കുട്ടികൾ പോലും ജയിക്കുമോ എന്ന് മനസ്സിൽ പേടിച്ച് ആത്മഹത്യ ചെയ്യുന്ന എന്തോ ഒരു സംഭവങ്ങൾ നമ്മൾ കാണുന്നു. പരീക്ഷ റിസൾട്ട് വരുന്ന സമയത്തൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പൊ മനസ്സെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളാൽ നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. പലപ്പോഴും മനസ്സ് നമ്മളെയാണ് നിയന്ത്രിക്കുന്നത്. അവിടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അതുകൊണ്ട് തന്നെ നമ്മളുടെ ശരീരവും നമ്മുടെ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും ഒക്കെ പൊതുവെ അനുകൂലമാണ്. പക്ഷെ പലപ്പോഴും മനസ്സിനെ അനുകൂലമാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമുക്കറിയാം പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണുന്ന ന്യൂസ് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാതെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. പ്രത്യേകിച്ച് ഈ പുതിയ തലമുറയൊക്കെ, യുവത്വം മാത്രമല്ല എല്ലാവരും ഒരുപോലെ. അപ്പൊ ഇവിടെയെല്ലാം നിയന്ത്രിക്കേണ്ടത് ഒന്നാണ്, അത് മനസ്സിനെയാണ്. മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കുക, മനസ്സിനെ നമ്മളുടെ എന്താ പറയുന്നത് കൈക്കുമ്പിളിലാക്കുക, ജീവിക്കാൻ പഠിക്കുക. ഇത് തന്നെയാണ് മനോജ് സാറ് ഇന്ന് എടുത്ത ഈ വിഷയത്തിന്റെ പ്രമേയം. വളരെ ആനുകാലികമായ വിഷയം, എപ്പോഴുമുള്ള വിഷയം, പക്ഷെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുള്ള പ്രോസസ്സുകളാണ് നമ്മൾ ഈ അവയർനെസ് ക്ലാസ്സിലൂടെ എല്ലാം കിട്ടുന്നത്. പക്ഷെ അത് വേണ്ട രീതിയിലേക്ക് നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവറിനെ ഓവർകം ചെയ്ത് ശാന്തമായിരിക്കാനുള്ള ആ ഒരു ഇമോഷണൽ ബാലൻസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന കാലഘട്ടങ്ങളും അനേകം അതുപോലത്തെ ഇൻപുട്ടുകളും നമുക്ക് ചുറ്റുമുള്ളത്. അതുകൊണ്ട് ഈ വിഷയം വളരെ പ്രാധാന്യമുള്ളതാണ്. വളരെ രസകരമായി സാർ അത് നിർവഹിച്ചു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇതിനെക്കുറിച്ച് കമൻസ് പറയാൻ കാരണം മനസ്സിനെ കൃത്യമായിട്ട് സ്വാധീനിക്കാത്ത ആരും തന്നെ നമ്മുടെ കൂടെ ഇല്ല. ചിലവർ മനസ്സിനെ മനോഹരമായി നിയന്ത്രിക്കുന്നു, ചിലവരെ പലപ്പോഴും പ്രശ്നത്തിൽ അകപ്പെടുന്നു. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏറ്റവും ശക്തമായ ശരീരമുണ്ടെങ്കിലും മനസ്സ് ദൗർബല്യമുള്ളതാണെങ്കിൽ എല്ലാം പോയി. അപ്പൊ തീർച്ചയായും മനോജ് സാറിനോടൊപ്പം എല്ലാവർക്കും ഒരു ആശംസ നേരുകയാണ്. ശക്തമുള്ള മനസ്സുള്ളവരായി മാറുക. പക്ഷേ മനസ്സ് നമ്മളെയല്ല, നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുക. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ നടത്തുന്നത്. തീർച്ചയായിട്ടും അതിന് വളരെയധികം ഫലമുണ്ട് എന്നുള്ളതാണ് സത്യം. താങ്ക് യു മനോജ് സാർ, വണ്ടർഫുൾ ക്ലാസ്. താങ്ക് യു. ഓക്കെ, എൻ്റെ ഡിസ്കഷൻ പെട്ടെന്ന് പോകാനുള്ളവരൊക്കെ ആദ്യം പറയൂ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. എനിക്ക് 8 മണിക്കൊരു ക്ലാസ് ഉണ്ട്. അപ്പൊ മനോജ് സാറിന്റെ സുന്ദരമായ ഗഹനമായ അതിലേറെ വളരെ ഇൻഫോർമേറ്റീവായ ഒരു സെഷൻ, വളരെ അത് സാർ ഒരു സ്പിരിച്വൽ വേയും റിയാലിറ്റിയും ഇടകലർത്തിക്കൊണ്ട് ആരാണ് ഞാൻ, അപ്പൊ ഞാനൊരു പേരല്ല, ഒരു ശരീരമല്ല, കേവലം ഒരു ബോഡി അല്ല എന്നുള്ളതെന്നൊക്കെ കൊണ്ടുവന്ന് ഞാൻ വേറെ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് സയൻസിന് പിടികിട്ടാത്തൊരു തലം, തെളിവ് ചോദിച്ചാൽ തെളിവുമില്ല, അന്ന് അതിൽ സത്യം ഉണ്ടെന്നുള്ള ആ റിയാലിറ്റിയിലേക്ക് സാറ് മെല്ലെ മെല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊണ്ടുവന്നു. ശ്വാസം, അതുപോലെ വിഷ്വൽ, ഓഡിറ്ററി, അതോടൊപ്പം തന്നെ കിനസ്തറ്റിക് കണക്ട് ചെയ്തുകൊണ്ട് പുറമേക്ക് തുറന്നിരിക്കുന്ന ഈ പഞ്ചേന്ദ്രിയങ്ങളെ സദാസമയം ഓപ്പൺ അല്ലേ, പുറത്തോട്ട് ഊണിലും ഉറക്കത്തിലൊക്കെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത് സംവദിക്കുമ്പോൾ നമുക്ക് ഒരു മൈൻഡിന് ഒരു കാംനെസ് കിട്ടൽ കുറവായിരിക്കും. കാരണം ചിന്ത എപ്പോഴും പുറത്തേക്കാണ്, ചിന്ത പുറത്താണെന്നാ പറയാം, ഉള്ളിലല്ല ചിന്ത വർക്കൗട്ട് എപ്പോഴും നമ്മളെ ശരീരത്തിന്റെ പുറത്തുള്ള എനർജി ബേസിലാണ് ചിന്ത വർക്കൗട്ട് ചെയ്യുക. കാരണം നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ അതിനെ പറ്റി കൂട്ടുകാരെ കുറേ കൊണ്ടുതരും, സന്തോഷമായിരിക്കണമെങ്കിൽ അതിനെ പറ്റി കുറേ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുതരും. അപ്പൊ സാറ് പറയുമ്പോ NLP, ആങ്കറിങ്, അതൊക്കെ വളരെ രസമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നല്ല സപ്പോർട്ടിങ് PPT ആയിരുന്നു. അതിന്റെ എക്സാമ്പിൾസും വളരെ ആപ്റ്റായി. അതോടൊപ്പം തന്നെ സാബു സാറ് അത് കൺക്ലൂഡ് ചെയ്തപ്പോ അതിമനോഹരായി. അപ്പോ പാടാൻ പറ്റിയവർക്ക് പാടാറും തോന്നുന്നു. മനസ്സൊരു മാന്ത്രിക കുതിരയായി മാറുന്നു അല്ലേ എന്നുള്ള മനോഹരമായ ഒരു സിനിമാ ഗാനുണ്ട്. അതുപോലെ എനിക്ക് എപ്പോഴും തോന്നും മനസ്സൊരു പട്ടം പോലെയാണ്, പലയിടത്തും എഴുതി കാണാറുണ്ട്. ആ പട്ടം നമ്മളെ കൊണ്ട് പോവുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, അത് എവിടെയെങ്കിലും കൊളുത്തിയിടും. പക്ഷെ
ആ പട്ടത്തിനെ ആ മൈൻഡ് ആവണ പട്ടത്തിനെ നമ്മള് ഒരു ചെറിയൊരു നൂല് കൊണ്ടാണ് ശ്വാസം കൊണ്ടാണ് കൺട്രോൾ ചെയ്തേക്കണത്. അപ്പൊ ഈ നൂല് എപ്പോഴും ശ്വാസം പോലെ തോന്നാം. അതിങ്ങനെ പറന്ന് ഫ്രീ ആയിട്ട് വിടുമ്പോ തടസ്സമൊന്നുമില്ലെങ്കിൽ സുഖമായിട്ട് പറന്ന് വളരെ ഉയരത്തിലേക്ക് പോകും. എവിടെയെങ്കിലും ഉടക്കി കഴിഞ്ഞാൽ, ചിന്തയിൽ ഉടക്കി കഴിഞ്ഞാൽ പണി കിട്ടും. അതവിടെ കുടുങ്ങും. പിന്നെ അതിനെങ്ങനെയും വിടിയിക്കാനുള്ള ശ്രമമായി പോകും. അപ്പൊ ആ നൂല് ശ്വാസം കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഈ പട്ടത്തിന് നമുക്ക് കുറെ ഉള്ളിലേക്ക് ഇന്നർ വേൾഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് പറയാതെ സാറ് പറഞ്ഞു. സാർ താങ്ക് യു വെരി മച്ച്. ഓർ ടു സാബു സാർ. മേടിച്ചിട്ട് ലോ കണക്ടിവിറ്റി ആണെന്ന് തോന്നുന്നില്ല സാബു സാറേ. കേട്ടില്ലേ സാറ്? റേഞ്ച് ഇല്ല അല്ലേ? ഓക്കെ സാറ്, താങ്ക് യു. Thank you. ക്ലാസ്. റോയ് സാർ, Thank you. വേറെ ആരെങ്കിലും പറയാണെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയും. അതെ പറഞ്ഞോളൂ റോയ് സാർ. മനോജ് സാറിന്റെ ക്ലാസ്സില് ഞാൻ ഈ ഹേർട്ടിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് കണ്ടു. അത് എനിക്കത് അത്ര ഇത് ബ്രീഫില്ല എനിക്ക്. കാരണം മൈൻഡും ഹേർട്ടും കൂടെ ബന്ധപ്പെടുത്തി കണ്ടിട്ടില്ല ഇതുവരെ. ബ്രെയിൻ, മൈൻഡ്, തോട്ട്, ആ ഒരു ബാലൻസിങ്ങിലാണ് ഈ കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡും ഒക്കെ ഇതിലൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ തോട്ട്സ് റൈസ് ഫ്രം ദി ഹേർട്ട് എന്ന് പറഞ്ഞു സാറ്. അപ്പോൾ എവിടെ നിന്നാണെന്നുള്ളത് സപ്പോസ് ചെയ്യുന്ന മുഴുവൻ മൈൻഡിലാണ്, മൈൻഡ് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് ഇതുവരെ മനസ്സിലാക്കിയിരുന്നത്. ഓക്കെ, അതൊരു ഹേർട്ടിനെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി കണ്ടിട്ടില്ല ഇതുവരെ. ഓക്കെ, പിന്നെ മനസ്സാണ് എല്ലാ ഇത് സാറ് പറഞ്ഞ നെവർ മൈൻഡ് എന്ന് പറയുമ്പോൾ തന്നെ ഇതെന്താ ഇങ്ങനെ പറയുന്നതെന്ന് തോന്നിയെങ്കിലും മൈൻഡിനെ വേണ്ട രീതിയിൽ നിയന്ത്രിച്ചു കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ പ്രസന്റിലൂടെ കൊണ്ടുപോകുമ്പോൾ കുറെ കുറയ്ക്കാൻ പറ്റും. പാസ്റ്റും ഫ്യൂച്ചറുമാണ് ഈ തോട്ട്സ് വരുമ്പോഴാണ് വിഷയങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ പറയുന്നതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയും. എവിടെയെങ്കിലും ആയിട്ട് ഈ തോട്ട് ഹാർട്ടിൽ നിന്ന് വരുമോ മൈൻഡിൽ നിന്ന് എവിടെ വരുമോ, തോട്ടിനെ നിയന്ത്രിക്കുക എന്നുള്ളത് അതിനകത്ത് ഇമ്പോർട്ടൻസ് ഉള്ളൂ. ഏതായാലും നമ്മൾ ഈ മൈൻഡ്ഫുൾനെസ്സും ഒക്കെ പറയുന്ന സമയത്തും എല്ലാം പറയുന്നത് മനസ്സിനെ നിയന്ത്രണത്തിലാക്കുക എന്ന് പറയുന്നു. അതിനുള്ള ടെക്നിക്കുകൾ എല്ലാം തന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ പ്രസന്റിലൂടെ കൊണ്ടുപോകുന്ന കഴിവത് എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റിയെന്ന് സാറ് തന്നെ പറഞ്ഞു. അപ്പോൾ പല സിറ്റുവേഷനിലും എമോഷണൽ വരുമ്പോഴത്തേക്കും കൺട്രോൾ വിട്ടുപോകുന്ന ഒരവസരമാണ് ഈ മൈൻഡിൽ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ. അതിനെ റീഫ്രെയിം ചെയ്യുന്ന കാര്യങ്ങൾ സാറ് ഡയറക്റ്റ് ചെയ്തു കൊള്ളാം. വളരെ ഇതായി റീഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ നിയന്ത്രിച്ച് നിർത്താനുള്ള സൗകര്യങ്ങൾ കിട്ടും. എനിവേ തോട്ട്ഫുള്ളാണ്. വളരെ ഈ പറഞ്ഞ മനസ്സിൽ ഇതിനു മുമ്പുണ്ടായിട്ടുള്ള പല കാര്യങ്ങളെല്ലാം കൂടി ഒന്ന് അനലൈസ് ചെയ്യുന്നതിനും പിന്നെ മൈൻഡ്ഫുൾ മെഡിറ്റേഷനിലൂടെ നേടാമെന്ന് പറയുന്ന സമയത്ത് കുറെ ഈ സാർ പറഞ്ഞ കുറെ പോയിന്റൊക്കെ അതിലൂടെ കവർ ചെയ്ത് വന്നു. ഏതായാലും മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടെങ്കിൽ ഈ വക പ്രശ്നങ്ങളെല്ലാം നിയന്ത്രിക്കാൻ പറ്റും. അത് തന്നെയാണ് സാർ ഉദ്ദേശിച്ച നെവർ മൈൻഡ് ദി മൈൻഡ് എന്ന് എനിക്ക് മനസ്സിലായി. താങ്ക് യു സാർ. താങ്ക് യു. ഹലോ മനോജ് സാർ. മനോജ് സാർ ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഞാൻ ക്ലാസ്സിൽ നിന്ന് കേട്ടു, മുഴുവൻ സമയവും കേൾക്കാൻ പറ്റി. എനിവേ സാറേ അഭിനന്ദനങ്ങൾ. എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് സാറ് കവർ ചെയ്തു. ഞാൻ ഇന്ന് വീഡിയോ ഓൺ ചെയ്യാത്തത് ഞാൻ എൻ്റെ തനി രൂപം കാണിക്കേണ്ടെന്ന് വിചാരിച്ചാണ് കേട്ടോ, സോറി. എനിവേ തോട്ട്സ് മനസ്സ്, തോട്ട്സ്, അതുപോലെ ബാക്കിയുള്ള അതിൻ്റെ വിശദാംശങ്ങൾ, മൈൻഡ്ഫുൾനെസ്, അങ്ങനെ ഒരു വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള രീതിയിലാണ് സാർ അത് അവതരിപ്പിച്ചത്. വളരെ നന്നായിരുന്നു. തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ. ഞാൻ വിചാരിച്ചു സാറ്, എനിക്ക് ആദ്യമായിട്ട് സാറിനെയൊക്കെ പരിചയപ്പെടുകയൊക്കെ ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഓർത്തു സാർ ഒരു വാട്ടർ
ഇല്ലേ, അങ്ങനെയുള്ള ആ ഒരു മാനേജ്മെന്റിന്റെ ഒരു വലിയ വിദഗ്ധനാണെന്നാണ്. പക്ഷെ ഇപ്പം മനസ്സിലേക്കും മൈൻഡ്ഫുൾനെസ്സിലേക്കും എല്ലാം സാറ് ഇങ്ങനെ പടർന്നു വരുന്നു. അതൊരു വലിയൊരു സന്തോഷം നൽകുന്നതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാനിപ്പോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അല്പമൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഓരോരുത്തർ പറയുമ്പോൾ ആശയങ്ങൾ പറയുമ്പോൾ നമുക്ക് നമ്മുടെ ആശയങ്ങളുമായിട്ട് നമ്മളൊന്ന് തട്ടിച്ചു നോക്കും. അങ്ങനെ നോക്കുമ്പോൾ വാസ്തവത്തില് ഈ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ള ഒരു വാക്ക് നമ്മളുടെ ചിന്താഗതിയിൽ ഇങ്ങനെ വന്ന് നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മളുടെ ഭാരതീയമായ ചിന്തയിൽ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതല്ല. പൗരാണികമായ ദർശനങ്ങളിലൊക്കെ മനസ്സിനെ ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക എന്നുള്ളതാണ്. പക്ഷേ സെമിറ്റിക് മതങ്ങളുടെ പ്രചാരം കൊണ്ടും വെസ്റ്റേൺ ചിന്താഗതി കൊണ്ടും ആരംഭകാലത്തുള്ള സൈക്കോളജിസ്റ്റുകളും സൈക്കോളജി എല്ലാം ഈ സെമിറ്റിക് ചിന്തകൾ വന്നതുകൊണ്ടാണ് ഈ മനസ്സിനെ നിയന്ത്രിക്കണമെന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മളുടെ നമ്മുടെ ഭാഷയിൽ അല്ലെങ്കിൽ നമ്മളുടെ സംസ്കാരത്തിൽ നമ്മളുടെ ചിന്താഗതിയിലെല്ലാം വന്നു എന്നുള്ളതാണ്. സാറേ, മനോജ് സാറിനെ ഞാൻ കോൺട്രഡിക്റ്റ് ചെയ്യുകയല്ല, ഞാൻ ജസ്റ്റ് ഒരു അഭിപ്രായം പറയുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ നിയന്ത്രണമല്ല. ഇന്നിപ്പം വെസ്റ്റേൺ ഫിലോസഫി അല്ല ഞാൻ പറഞ്ഞ സൈക്കോളജി, ന്യൂറോളജിയിലൊക്കെ പറയുന്നത് ഒബ്സർവ്, ജസ്റ്റ് ഒബ്സർവ്, അവിടെയാണ് വരുന്നത്. ഇപ്പൊ നമ്മളുടെ ആ നിയന്ത്രണം ശരിക്കും വരുന്നത് എന്തിനെ ഒരു കാര്യത്തെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് കൂടുതലായിട്ട് നമുക്ക് അതിനെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളതെന്ന് തീരുമാനിക്കുന്നത് നമ്മളുടെ എത്തിക്കൽ വാല്യൂസ് ആണ്. മനസ്സിലായത്? നമ്മുടെ ഒരു ചിന്ത പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ട് വരുമ്പോഴും അതിനെ നിയന്ത്രിക്കുക എന്നുള്ളതിനേക്കാൾ അതിനെ ചാനലൈസ് ചെയ്യുക എന്ന് വേണേൽ പറയാം, നിയന്ത്രിക്കുന്നതും പറയാം. പക്ഷെ അവിടെ അത് നമ്മളുടെ എത്തിക്കൽ വാല്യൂസിനാണ്, മോറൽ വാല്യൂസ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സാറ് ഇതാണ് എനിക്ക് ഞാൻ ഐ എം ജസ്റ്റ് കോംപ്ലിമെന്റിങ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ സാറ് പറഞ്ഞതിന്റെ ഒരു അല്പം കൂടി ഒരു വിശദാംശം ഞാൻ പറയുന്നതേ ഉള്ളൂ. പിന്നെ സാറ് സ്പിരിച്വാലിറ്റിയെ കുറിച്ച് പറഞ്ഞു. സ്പിരിച്വാലിറ്റി എനിക്കറിയാം, സാറിന്റെ മനോഭാവം ഏകദേശം എനിക്കറിയാം. നമ്മളുടെ ക്ലാസ്സിൽ സാറിന്റെ കമന്റ്സ് ഒക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഷയമാണ്. അതും ഈ സ്പിരിച്വാലിറ്റി എപ്പോഴും ഈ മനസ്സിന്റെ നിയന്ത്രണം അല്ലെങ്കിൽ ചിന്തകളുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് ധാർമ്മികതയുടെ ബേസിലാണ് എടുക്കുന്നത്, എത്തിക്കൽ വാല്യൂസിലല്ല അവരെടുക്കുന്നത്. അതുപോലെ തന്നെ അവരത് പറയുന്നത്, എൻ്റെ അഭിപ്രായമാണ് കേട്ടോ, ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അതൊരു കൈൻഡ് ഓഫ് എസ്കേപ്പിസം ആയിട്ടാണ്. കാരണം അവർക്ക് അറിഞ്ഞുകൂടാ. ചില ആളുകൾ എന്ത് പറഞ്ഞാലും സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്നു. പക്ഷെ അത് അവർക്ക് സ്പിരിച്വാലിറ്റി എന്താണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ടാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ സൈക്കോളജിയെ കുറിച്ച് ഇങ്ങനെ ഒരു ടോക്ക് കൊടുത്തു. അപ്പൊ അവിടെ ഇരുന്ന ഒരാൾ ഇത് സ്പിരിച്വൽ ആണോ എന്ന് ചോദിച്ചു. ദാറ്റ് മീൻസ്, പക്ഷെ അദ്ദേഹം വലിയ സ്പിരിച്വൽ ആണെന്ന് ക്ലെയിം ചെയ്യുന്നു. അദ്ദേഹം ഇങ്ങനെ വലിയ സ്ഥലങ്ങളിലൊക്കെ പോകുന്നു, അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ, സന്ദർശനം നടത്തുന്നു അല്ലേ, അമ്പലങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്ത് സ്പിരിച്വൽ ആണെന്ന് സ്വയം പ്രഖ്യാപിത ഗുരുവാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ആ കണക്ഷൻ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പം സാറ് പറഞ്ഞു വെച്ച ആ ഒരു കാര്യം എനിക്ക് തോന്നുന്നു സാർ അത് പറഞ്ഞപ്പം അല്പം ആശങ്കയോടുകൂടി പറഞ്ഞു എന്ന് എനിക്ക് സംശയം തോന്നി. കാരണം അത് അവിടെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് സാറ് ഒന്ന് സ്ലിപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ. സാറേ, മനസ്സാറെ, ഞാൻ ഈ പറയുന്നത് പോസിറ്റീവായിട്ടാണ്, ഒരിക്കലും ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുകയല്ല. വളരെ നന്നായിരുന്നു. അപ്പൊ ഈ കേട്ടതിൽ നിന്നുള്ള ചില ഇത് പറയുകയാണ്. പക്ഷെ എനിവേ എല്ലാ വിഷയങ്ങളും വളരെ കോംപ്രിഹെൻസീവ് ആയിട്ട് സാറ് ടച്ച് ചെയ്തു. കൺഗ്രാജുലേഷൻസ്, വെരി ഗുഡ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു. താങ്ക് യു ആന്റണി സാർ. സാറിനെ പോലുള്ള ഒരാളുടെ ഒരു അഭിപ്രായം ഈ പ്ലാറ്റ്ഫോമിൽ, നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ നമുക്കൊക്കെ അവബോധം ഉണ്ടാക്കുന്ന കൂട്ടത്തിലാണ് ആന്റണി സാർ. സാറ് പറഞ്ഞ എല്ലാ പോയിന്റുകളും വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെ ഞാൻ എടുക്കുന്നുള്ളൂ. ഫിലോസഫിക്കൽ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സാറ് പറഞ്ഞ എല്ലാ ഫിലോസഫിക്കൽ കാര്യങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ സ്പിരിച്വാലിറ്റിയിൽ പലരും ഈ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ മാതിരിയുള്ള ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള സ്പിരിച്വൽ വേൾഡിലാണ് പലരും. എങ്കിലും ഇപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കുറച്ച് ഒരുപാട് ചർച്ചകളും ഒക്കെ നടക്കുന്ന ഒരു സമയം കൂടെയാണല്ലോ. അപ്പം ഞാൻ സാറ് പറഞ്ഞ എല്ലാ പോയിന്റും വളരെ ഹൃദയസ്ഥമായിട്ട് തന്നെ എടുക്കുന്നു. സാറ് പറഞ്ഞ എല്ലാം ഒരു ആഡഡ് വാല്യൂ തന്നെയാണ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. അതിന്റെ വേറൊരു ഡയമെൻഷനിൽ നിന്ന് സാറ് പറഞ്ഞ എല്ലാം കോംപ്ലിമെന്റ് ചെയ്ത് തന്നെയാണ് എന്നുള്ള വ്യക്തമായ ഒരു അഭിപ്രായം കൂടെ പറയുന്നു. താങ്ക് യു വെരി മച്ച് സാർ ഫോർ യുവർ സാറിന്റെ വാലിഡ് ടൈം ഇവിടെ വന്ന്. താങ്ക് യു വെരി മച്ച്. ഓമന ടീച്ചർ ഉണ്ടോ? ഓമന ടീച്ചർ
ഓക്കെ സർ. പറയൂ. സാർ ഒരു പുതിയ സബ്ജക്റ്റ് വളരെ ശ്രദ്ധയോടെ അത് കൈകാര്യം ചെയ്ത് ഇവിടെ അവതരിപ്പിച്ചു. നന്നായിരുന്നു. ഒത്തിരി പോയിന്റ്സ് സാറ് കണക്ക് കൂട്ടി റെഡിയാക്കി എടുത്ത് PPT ഒക്കെ ഉണ്ടാക്കി നന്നായിരുന്നു. സാബു സാറിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പം എല്ലാവരും സൈക്കോളജിയും സ്പിരിച്വാലിറ്റിയും ഒക്കെ അറിയാതെയും അറിഞ്ഞുകൊണ്ടും എടുത്ത് തോളിലിടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു പ്രവണത ഈ പ്ലാറ്റ്ഫോമിൽ വരുന്നുണ്ട്. എന്താ പറയാ, ചന്ദനം ചാരിയ ചന്ദനം മണക്കും എന്ന് പണ്ട് പറഞ്ഞതുപോലെ സാബു സാറിന്റെ ഒരു പ്രത്യേകത ആയിരിക്കും. കാരണം മനോജ് സാർ ആദ്യം വന്നപ്പം ഈ ടൈപ്പ് കാര്യങ്ങളല്ല പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് എൻ്റെ ഓർമ്മ. അപ്പൊ സാറിങ്ങനെ ഈ പ്ലാറ്റ്ഫോമിലും ഇവിടെ സാറും വളരുവാണ്. അപ്പം താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ. താങ്ക് യു അവനി ടീച്ചർ സാർ. അതുപോലെ ആന്റണി സാർ തന്നെ നേരത്തെ പറഞ്ഞു, ഞാനൊരു വാട്ടർ ടെക്നോളജി വാട്ടർ മാനേജ്മെന്റ് നിൽക്കുന്ന ഒരാളായിരുന്നു. ആദ്യം ഈ പ്ലാറ്റ്ഫോമിലൊക്കെ എൻട്രി ചെയ്ത് തീർച്ചയായിട്ടും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു. അതിനുശേഷം ഇപ്പം സാബു സാറിൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ ആണെങ്കിൽ കൂടെ ആണെങ്കിലും എന്നെ സംബന്ധിച്ച് അതിലൊരു തീർച്ചയായിട്ടൊരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. സാറിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനുള്ള ഒരു വേദിയാണ് പ്രത്യേകിച്ചും സാബു സാറൊക്കെ ഒരുക്കി തന്നത്. അതിൽ കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കുന്ന അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ മനസ്സിൽ കപ്പാസിറ്റി അനുസരിച്ച് കിട്ടുന്ന കാര്യങ്ങൾ കുറച്ച് നമ്മൾ അതിന് എന്താണ് ഇപ്പോഴും ഈ പ്രസൻറ്റേഷനൊക്കെ ആണെങ്കിൽ അതിന് ചേരുന്ന കണ്ടന്റൊക്കെ ചെയ്തിട്ടുള്ള ഒരു ശ്രമം മാത്രമാണ്. ഇനിയും എന്താ സ്കോപ്പ് ഫോർ ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് വളരാനായിട്ടുള്ള സാധ്യതകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെ സന്തോഷമുള്ള കാര്യമാണ്. താങ്ക് യു ഫോർ ഓൾ ദ കോംപ്ലിമെന്റ്സ്. താങ്ക് യു സാർ. മനോജ് സാറിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് സാറ് കിട്ടിയ അവസരം സാർ ഒത്തിരി പഠനങ്ങളിലൂടെ അത് കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്തു. അപ്പൊ ഇങ്ങനത്തെ ഒരു കണ്ടിന്യൂസ് ലേണിംഗ് ആണ് ഈ പ്രോസസ്സ്. നമ്മളെ പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകതയും പുതിയ വിഷയങ്ങൾ അല്ലെങ്കിൽ പുതിയ വിഷയത്തെ തന്നെ പുതിയ കാഴ്ചപ്പാടിലൂടെ കാണുക. മനോജ് സാർ ഒരു വാട്ടർമാൻ ആയിരുന്നു, ഇപ്പൊ ഒരു മൈൻഡ്മാൻ ആയി മാറിയിരിക്കുന്നു. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സാർ. സാറേ നമസ്കാരം. എനിക്ക് തോന്നുന്നു ഈ സാബു സാറ് എന്ന് പറയേണ്ടത് എല്ലാരും ഇങ്ങനെ എല്ലാ സബ്ജക്റ്റിലും ക്ലാസ് എടുക്കാനുള്ള രീതിയിലാക്കി തീർക്കുന്നതാണ്. കാരണം കഥ എഴുതാത്ത എന്നെ കൊണ്ട് കഥ എഴുതിയിട്ട് അതിൽ പറയിച്ചു. അപ്പം സാറിന്റെ ക്ലാസ്സിൽ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, അവരുള്ളിലുള്ളതെല്ലാം പുറത്തേക്ക് വരും. എന്തായാലും മനോജ് സാറിന്റെ ക്ലാസ് വളരെ നല്ലതായിരുന്നു സാറേ. കാരണം നേരത്തെ ആരോ പറഞ്ഞ പോലെ മനസ്സൊരു മാന്ത്രിക കൂട്, മായകൾ തൻ കളിവീടെന്ന് പറഞ്ഞ പോലെ. അപ്പൊ മനസ്സിലിങ്ങനെ ചിന്തകള് സാറ് പറഞ്ഞ പോലെ 1 by 1 ആയിട്ടാണ് ഇത് വരുന്നത്. അങ്ങനെ 1 by 1 ആയിട്ട് വരുമ്പോ ഇതിപ്പോ ശരിക്കും സാബു സാറ് പറഞ്ഞില്ലേ, അതുപോലെ റേഡിയോ ഇങ്ങനെ ട്യൂൺ ചെയ്തെന്ന പോലെ ഓരോ സ്റ്റേഷൻ പഠിക്കാനല്ലേ ട്യൂൺ ചെയ്തിട്ട്, അതുപോലെ നമ്മളിങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ നമ്മളെന്നെ ട്യൂൺ ചെയ്തിട്ട് ഓരോ മനസ്സിലേക്ക് ചിന്തകൾ ഇങ്ങനെ വരുത്തുന്ന രീതിയുണ്ട്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ ആവും. അത് നമ്മൾ അധികം വേവലാതിപ്പെടുത്തൂല. അതുപോലെ ഈ കുട്ടികളുടെ കാര്യത്തിലുണ്ടല്ലോ സാറേ, കുട്ടികളുടെ കാര്യത്തിൽ കൗൺസിലിംഗ് ചെയ്യുമ്പോഴല്ലോ അവർക്ക് ഇങ്ങനെ പലതരത്തിലുള്ള ചിന്തകളിൽ ഇങ്ങനെ ഇതായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കൂല. ഞാനൊരു പ്രാവശ്യം ഒരു കണ്ണൂർ വർക്ക് ചെയ്യുമ്പോൾ ഒരു സ്കൂളിൽ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പോയിട്ടാകുമ്പോൾ നമ്മളിങ്ങനെ ചോദിക്കും നിങ്ങൾക്ക് വല്ല പ്രശ്നങ്ങളും ഉണ്ടോ. അപ്പോൾ ഒരു പെൺകുട്ടി എന്നോട് പറയുന്ന ഒരു സില്ലി മാറ്ററാണ്. എന്നോട് പറഞ്ഞു, ഞാൻ കുറേ ദിവസമായിട്ട് എൻ്റെ മനസ്സ് വല്ലാത്ത പ്രശ്നമാണ് മാം. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? എനിക്ക് ഒന്നുമില്ല, ഞാനൊരു ദിവസം സ്കൂളിൽ നിന്ന് ഇങ്ങനെ നടക്കുമ്പോൾ വീണുപോയി. അപ്പോൾ എൻ്റെ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ എന്നെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അതിനുശേഷം ആ പയ്യനെ എന്നെ കൂട്ടിയിട്ട് കുട്ടികൾ കളിയാക്കി പറയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അതാണോ പ്രശ്നം? അതിപ്പോ ഞാൻ മനോജ് സാറ് പറഞ്ഞ പോലെ പറഞ്ഞു നെവർ മൈൻഡ്. സാറ് പറഞ്ഞത് ഇപ്പൊ നെവർ മൈൻഡ് ഇത് മൈൻഡ് അല്ലേ? നെവർ മൈൻഡ്, നിനക്ക് ബാധിക്കുന്ന പ്രശ്നമാണോ? നീ വീണു, അവൻ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു, നിന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല, ഇന്നേക്കത് വിട്ടേക്ക് നീ. കാരണം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ ഊതി വീർപ്പിച്ചുകൊണ്ടേയിരിക്കും പ്രശ്നങ്ങളിലേക്ക് കുട്ടികൾ. അതുപോലെ നമ്മളിപ്പം മൈൻഡ് ആകുമ്പം നമ്മളിപ്പോ ചിന്തകൾ വരും, അതുപോലെ വിഷമങ്ങൾ വരും. കരയേണ്ട സമയത്ത് കരയും, ചിരിക്കേണ്ട സമയത്ത് ചിരിക്കാം.
അതില് ഞാൻ കാണുന്ന ഒരു പ്രത്യേകത, ഈ മരിച്ച വീട്ടില് ഇപ്പൊ ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ കുറെ ഉണ്ടെങ്കിൽ അമ്മ, ഇപ്പൊ ഇന്നാളും എനിക്ക് ആ അനുഭവം ഉണ്ടായിരുന്നു. ഒരു കുടുംബ വീട്ടിൽ പോയിട്ട് കുട്ടികൾ 9ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലാണ്. അപ്പൊ ഭർത്താവിന്റെ അടുത്ത് ഭാര്യ ഇരിക്കാണ്, അനങ്ങാതിരിക്കണം. ആ ഇരിക്കുന്നത് മനസ്സിനെ നിയന്ത്രിക്കുന്നതാണ് സാറേ, കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കുന്നതാണ്. അതിന്റെ അടുത്ത് 2 മക്കൾ ഇരിക്കുകയാണ്. കാരണം അമ്മ കരഞ്ഞാൽ തീർച്ചയായിട്ടും മക്കൾ കരയും, ഉറപ്പാണ്. അപ്പൊ സാറിന്റെ ക്ലാസ് ഒരുപാട് കാര്യങ്ങൾ അതിൽ പറഞ്ഞു. കാരണം നല്ല ക്ലാസ് ആയിരുന്നു അത്. ശരിക്കും പിന്നെ ബിഗ് സല്യൂട്ട് സാബു സാറിനും വിനോദ് സാറിനും. താങ്ക് യു സാർ. ശീലമാൻ പറയൂ. ശീലമാൻ ഇന്നലെ ഇന്നാ പൊങ്ങിയത്. ഗുഡ് മോർണിംഗ് everybody. മനോജ് സാർ, ഗുഡ് ഈവനിങ്. സാറേ, ഇവിടെ മനസ്സെന്ന് പറയുന്നത് സാറിന്റെ ജോർജ് സാറും വന്നല്ലോ. പിന്നെ മനസ്സെന്ന് പറയുന്നത് എന്താണെന്ന് പിന്നെ പലപ്പോഴും ഒരു പ്രഹേളികയായിട്ട് തോന്നാറുണ്ട്. കാരണം പിടിച്ചാൽ കിട്ടാത്ത ഒരു സാധനത്തിന്റെ പുറകെ ഇങ്ങനെ ഓടി മനുഷ്യരെല്ലാം അവശരാകുക എന്നായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തരം ക്ലാസ്സുകളിൽ സാറിന്റെ ഈ ക്ലാസിന്റെ ഹെഡിങ് കണ്ടപ്പം രമാദേവി മാം പറഞ്ഞ പോലെ തന്നെ ഞാനും ഓർത്തത് നെവർ മൈൻഡ് ദ മൈൻഡ് എന്ന് പറഞ്ഞാലും മനസ്സിനെ മൈൻഡ് ചെയ്യണ്ട, നമുക്ക് ശരിയെന്ന് തോന്നുന്ന ഇതിലൂടെ പൊയ്ക്കോ മൈൻഡ് എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ സാറിന്റെ ക്ലാസ് ഇതെല്ലാം നല്ല നല്ല പോയിന്റുകളോടുകൂടി സാർ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, മനസ്സിനെ നമ്മളെ കൺട്രോളിൽ കൊണ്ടുവരാനാണ് സാർ ഇതിലൂടെ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആവശ്യമില്ലാത്ത ചിന്തകൾ വരുമ്പോൾ നമ്മൾ അതിന്റെ പുറകെ പോകരുത്, അതിന്റെ പുറകെ പോകാതെ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് പിടിക്കുക. അത് ലെറ്റ് ഗോ ഏറ്റവും നല്ല ഒരു ഉപാധിയായിട്ട് തോന്നാറുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ ക്ലാസ്സിനൊക്കെ കയറിയതിനു ശേഷം പലപ്പോഴും ഇത്തരം ചിന്തകൾ വരുമ്പോൾ ഓർക്കാറുണ്ട്, ഒന്നും നമ്മുടെ കൺട്രോളിലല്ല. നമ്മൾ ചിന്തിച്ചെന്ന് കരുതി അതിനെ നമുക്ക് മാറ്റി എടുക്കാനൊന്നും ഒരു സംഭവത്തെയും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുക, അല്ലേ സാറേ? അതല്ലേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അതിനെ നമ്മൾ പറ്റുന്ന രീതിയിൽ അത് കംഫർട്ടബിൾ ആക്കുക, അല്ല എങ്കിൽ അതിനെ പരിധിയിലല്ല എങ്കിൽ അതിനെ വിട്ടുകളയുക. അതാണ് എന്നെനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. പിന്നെ ചിന്തകളുടെ കാര്യം പറയുകയാണെങ്കിൽ ചിന്തകൾ ഇങ്ങനെ ഒന്നിന് പുറകെ, അതിൽ നമുക്ക് പ്രധാനമായിട്ടുള്ള സാറേ മനസ്സിൽ വരുന്ന 2 തരം ചിന്തകളാണല്ലോ. അതായത് നല്ലതും മോശവും വരുന്നുണ്ട്. പക്ഷെ നല്ല ചിന്തകൾ വരുമ്പോഴത്തേക്ക് നമ്മൾ അത് കൂടുതൽ അണച്ചു പിടിക്കാൻ ശ്രമിക്കാറില്ല. അത് വരുമ്പോഴത്തേക്ക് അതങ്ങനെ അത് നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി വെക്കും. മോശമാണെങ്കിൽ, നമുക്ക് ദോഷമായിട്ടുള്ള ഒരു ചിന്തയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ അകത്തേക്ക് കേറി അതിന്റെ ചുഴിയിൽ അകപ്പെട്ട് തിരിച്ചു പോരാൻ പറ്റാത്ത വിധം കയ്യും കാലും ഇട്ടടിച്ച് അവിടെ കിടക്കാൻ നോക്കും. അതാണ് നമുക്ക് മനുഷ്യർക്ക് കൂടുതലായിട്ടും വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്, ഈ ദോഷ ചിന്തകൾ ചിന്തിച്ചു കൂട്ടുക എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ ഇവിടത്തേക്ക് ക്ലാസ്സുകൾ കിട്ടിയതിന് ശേഷം ഭയങ്കരമായ മാറ്റം വന്നിട്ടുണ്ട്. കഴിവതും അതിനെയൊക്കെ അങ്ങോട്ട് പകുതിയിൽ വെച്ച് എന്നെ കൊണ്ട് പറ്റത്തില്ല ഇത്, അല്ലെങ്കിൽ ഇത് ചിന്തിച്ചത് കൊണ്ട് എനിക്ക് നേട്ടമൊന്നുമില്ല എന്ന് കണ്ടിട്ട് അവിടെ വെച്ച് കളയുക സാറേ. അപ്പൊ ഇതില് പിന്നെ മനോജ് സാറിന്റെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാല് ഈ വാട്ടർ തെറാപ്പിയും പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളുമായിട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു. അപ്പൊ സാറ് ആ സബ്ജക്റ്റ് വിട്ടിട്ട് ആ സബ്ജക്റ്റിൽ നല്ല ക്ലാസ്സുകൾ തന്നെയാണ് തരുന്നത്. അപ്പൊ നോക്കിയപ്പോ അതിനേക്കാൾ മെച്ചമായിട്ട് സാർ ഇത് മനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു നല്ല ക്ലാസ് ആണ് കൊണ്ട് തന്നത്. ഭയങ്കര രസമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അടുക്കി വെച്ച് ഓരോന്നും സാറ് അതിന്റെ ഹെഡിങ്ങും ഒക്കെ കൊടുത്ത് നന്നായിട്ട് അത് പ്രസന്റ് ചെയ്തപ്പോഴത്തേക്ക് അത് കുറച്ച് നമുക്കൊരു മെഡിറ്റേഷൻ ചെയ്തതിന്റെ ഒരു ഫലം കിട്ടി സാറേ. താങ്ക് യു സാർ. താങ്ക് യു ശില മാം. നമ്മുടെ ആന്റണി സാർ പറഞ്ഞൊരു പോയിന്റ് കൂടി ഇപ്പൊ നമ്മളിവിടെ ഓർക്കുന്നു. കാര്യം സാറ് കറക്റ്റായിട്ട് പറഞ്ഞു, നമ്മൾ ചിന്തകൾ ഒരു ഒബ്സർവേഷൻ, നമ്മൾ ഒബ്സർവ് ചെയ്ത് അങ്ങനെയാണ് ബാഡ് തോട്ട്സ് ആണോ അല്ലെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ അപ്പോൾ നമ്മൾ ചിന്തകളെ ഒബ്സർവ് ചെയ്യുന്നത് തന്നെ ഏറ്റവും വലിയൊരു മാർഗമാണ്. നമ്മൾ അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു നേച്ചർ, അതിൻ്റെ സ്ട്രക്ചർ എന്നൊക്കെ അറിയാനായിട്ട് ആന്റണി സാറ് പറഞ്ഞ പോയിന്റും ഒക്കെ വളരെ വാലിഡ് ആണ്. ഞാൻ വാട്ടർ ട്രീറ്റ്മെന്റിന്റെ
അതിനുശേഷം ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു സാറ് നമുക്കിവിടെ ഇങ്ങനെ പ്രത്യേകിച്ചും ആന്റണി സാറും ഇളങ്കോ സാറും വന്നാണ് നമ്മുടെ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ അതിമനോഹരമായ ക്ലാസ്സുകളാണ്. ഇളങ്കോ സാറ് അന്ന് കുറെ കാലമായിട്ട് നമുക്ക് ക്ലാസ്സുകൾ, ഞാൻ കുറെ കാലമുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പ്രത്യേകിച്ചും ഇളങ്കോ സാറിനും അതിലുപരി ആന്റണി സാറിനും ഒക്കെയുള്ള നമുക്ക് അങ്ങനെ ഒരു അവബോധം, ഇപ്പൊ ശീലമാവൻ പറഞ്ഞല്ലോ, നമുക്ക് അതിനകത്ത് ബോധം ഉണ്ടായത് തീർച്ചയായിട്ടും അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. നിരന്തരമായിട്ട് എത്രയോ ക്ലാസ്സുകളാണ് ഒരു ഇല്ലാതെ അങ്ങനെ എടുത്തെടുത്ത് നമ്മുടെയൊക്കെ ഒരു മൈൻഡ് സെറ്റും അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ മാറ്റിയത്. ഇതിലൊരാളാണ് ഞാൻ. അതെ അതെ, എനിക്കും അങ്ങനെ ഒരു കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു അവബോധം ഉണ്ടായത്, ഇതിനെക്കുറിച്ചൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞാൻ വളരെ പ്യുവർലി ടെക്നിക്കൽ ഫീൽഡിൽ മാത്രം ജോലി ചെയ്തിരുന്ന ആളാണ് വർഷങ്ങളായിട്ട്. ഇത് അതുമായിട്ടുള്ള കൂടെ പോയിട്ട് ഒരു ചെറിയ ബ്രേക്ക് കിട്ടിയപ്പോൾ പ്രത്യേകിച്ച് ഈ പ്ലാറ്റ്ഫോമിലൊക്കെ വരികയും പിന്നെ അങ്ങനെ ഇത് കേട്ടാണ് അതിനെക്കുറിച്ചുള്ളൊരു അവബോധം ഉണ്ടായതും പിന്നെ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിക്കുകയും അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിലും അതുപോലുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ പോവുകയും വളരെ ഇതിനെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് പറയുന്ന ആൾക്കാരെ ശ്രദ്ധിക്കാനും ഞാൻ തുടങ്ങിയത് കൊണ്ട് ഞാൻ തന്നെ അറിയാതെ വന്ന ഒരു ഇൻട്രസ്റ്റ് ആണത്. ഞാൻ അതിന് വേണ്ടിയിട്ട് എനിക്ക് കിട്ടുന്ന അവൈലബിൾ സമയം അനുസരിച്ചിട്ട് പ്രിപ്പയർ ചെയ്തൊക്കെ സാവസാറ്റയൊക്കെ ഒരു നമുക്ക് പ്രോത്സാഹനത്തോടു കൂടിയാണ് ഇവിടെ വന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്നത്. അതിൽ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സമയം കിട്ടുന്നതിലും. ഇതിലുപരി ഇങ്ങനെയുള്ള ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേട്ട് അതിനൊരു നല്ല ഫീഡ്ബാക്കും പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ. ശരിക്കും വെറുതെ കേട്ട് അങ്ങനെ പറഞ്ഞു പോവുകയല്ല, പറയുന്നതിലുള്ള ഇപ്പോൾ നമുക്കുള്ള ഡ്രോബാക്കുകൾ പോലും ഉണ്ടെങ്കിൽ ആന്റണി സാർ ഡ്രോബാക്കായിട്ടല്ല പറഞ്ഞത്. സാറ് പറഞ്ഞത് കൃത്യമായ കാര്യങ്ങളാണ്. ഞാൻ അതിൻ്റെ ആ ഡയമെൻഷനിൽ നിന്ന് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. സാർ അത് വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് വന്ന ക്ലാരിറ്റി കണ്ടില്ല. അപ്പം അതൊക്കെയാണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെയൊക്കെ പ്രത്യേകത. നമ്മളെല്ലാവരും പഠിക്കുകയും അതോടൊക്കെ നമ്മുടെയൊക്കെ തന്നെയൊക്കെ ചിന്തകളിലൊക്കെയുള്ള ഒരു മാറ്റങ്ങൾ ഉള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. താങ്ക് യു എല്ലാവരോടും, താങ്ക് യു സാബു സാറിനോടടക്കം. താങ്ക് യു. സാറേ 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 എന്തായാലും നല്ല ഒരു ക്ലാസ് ആണ് മനോജ് സാർ ഇവിടെ അവതരിപ്പിച്ചത്. അതിൽ തന്നെ എത്രയോ വാക്കുകളാണ് വന്നത്. സാർ അല്പം സ്പീഡാണെന്ന് തോന്നിയാൽ പോലും നല്ലപോലെ ഫോളോ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആദ്യകാലങ്ങളൊക്കെ ആണെങ്കിൽ ഇത്രയും സ്പീഡിലൊക്കെ പറഞ്ഞാൽ നമുക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. സാർ ആദ്യം എല്ലാം പറഞ്ഞു വെച്ചതിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിരുകിടന്ന ചിന്ത, അത് നമുക്ക് എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നത് നമുക്കും അറിയാവുന്നതാണ്. അതായത് നമ്മൾ എപ്പോഴും നമ്മുടെ പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് നമ്മൾ വളരെയധികം വിഷമിക്കുക, അതോടൊപ്പം പിന്നെ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വറി ചെയ്യുക. ഈ രണ്ട് കാര്യം അവിടെ പറഞ്ഞു. അത് വളരെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു. പിന്നെ നമുക്ക് മനസ്സിനെ കൺട്രോൾ ചെയ്യണം. മനസ്സിന് സാറിൻ്റെ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ കൈക്കുമ്പിളിലാക്കുക. അതിനുള്ള മാർഗങ്ങളൊക്കെ സാറിവിടെ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. സോ ലെറ്റിംഗ് ഗോ, അത് നമ്മൾ എപ്പോഴും പറയേണ്ട ഒരു വാക്കാണ്. നമ്മളത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ലെറ്റ് ഇറ്റ് ഗോ. അത് അതിനെ നമ്മൾ ഡിറ്റാച്ച് ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾ അതിനെ ക്യാൻസൽ ചെയ്യുക. ഇത് ചെയ്ത് നമ്മൾ പലപ്പോഴും പറഞ്ഞ് മനസ്സിലേക്ക് വരും. ഇങ്ങനെയുള്ള ചിന്ത വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ സ്പിരിച്വലോ എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ചെറുപ്പം തൊട്ട് നമ്മുടെ വീടുകളിൽ ചിലടത്ത് കിട്ടിയിട്ടുള്ളതാണ് പ്രെയർ, പ്രാർത്ഥന, മെഡിറ്റേഷൻ. ഇതൊക്കെ നമ്മുടെ ഈ പറയുന്ന ഈ ഓവർ തിങ്കിങ്, ഈ വിഷമതകളൊക്കെ മാറാൻ വേണ്ടി നമുക്കത് വളരെ പ്രയോജനപ്പെടും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ നമുക്ക് എക്സർസൈസ് വേണം. പിന്നെ നമ്മൾ ഈ പീസ് ഓഫ് മൈൻഡ് കിട്ടാൻ വേണ്ടി നമ്മൾ തന്നെ ട്രൈ ചെയ്യുക ടു ബി ഹാപ്പി. അതിനെന്തെല്ലാം മാർഗങ്ങൾ, അപ്പോൾ നമ്മൾ പാട്ടിൽ ശ്രദ്ധിക്കുക. വളരെയധികം അതിലൂടെ ആ വാക്കുകൾ ഈ പറഞ്ഞ ചില പാട്ട് ഇപ്പം തന്നെ അവിടെ പറയുകയുണ്ടായി, മനസ്സൊരു മാന്ത്രിക. ഇങ്ങനെ ഓരോ പാട്ടുകളൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വന്ന് നമുക്ക് അതിൽ നിന്ന് മാറി ഡീവിയേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ലേൺ ടു ബി ഹാപ്പി എന്നുള്ളിടത്ത് പാട്ട് കേൾക്കുക. അതുപോലെ തന്നെ ഒരു എക്സ്കർഷനോ ഒക്കെ നടത്തുക, എക്സർസൈസ് ചെയ്യുക, നല്ല കമ്പനി കൂടുക. നമുക്ക് നല്ല ബന്ധം. ഇപ്പോൾ എനിക്ക് തന്നെയാണെങ്കിൽ സാബു സാർ അടുത്തുണ്ട്, എപ്പോഴേലും വിളിക്കണമെന്ന് തോന്നിയിട്ട് അവിടെ ഒരു 4 മണിക്കൂർ വ്യത്യാസമേ ഉള്ളൂ. 5 മിനിറ്റ് കൊണ്ട് സാറിനെ കാണാം, സാറിന് എനിക്കും വരാം. അങ്ങനെ നല്ല കമ്പനികൾ, തുറന്ന് സംസാരിക്കാൻ പറ്റുക. ഭാര്യയോടും മക്കളോടും ബന്ധുക്കളോടും സംസാരിക്കുന്നതോടൊപ്പം തന്നെ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവരോടും തുറന്നു പറയാം. നമ്മളത് മനഃപൂർവ്വം അവരെ ബുദ്ധിമുട്ടിക്കാതെ, അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കാതെ, അവരുടെ ടൈമിനെയൊക്കെ മനസ്സിലാക്കി കണ്ടെത്തി അവരോട് സംസാരിക്കുമ്പോൾ തന്നെ
നമുക്ക് ഒരു മനസ്സമാധാനം, പീസ് ഓഫ് മൈൻഡ് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പാട്ട് ശ്രദ്ധിക്കുക, നമ്മൾ എക്സസൈസ് ചെയ്യുക, നമ്മൾ ഈ ടൂറുകൾ നടത്തുക, അതിൽ ഇതൊക്കെ കൊണ്ട് നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ കാര്യമായിട്ട് സാറ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു പറയുന്നില്ല. മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ, ഈ മെഡിറ്റേഷൻ തന്നെ ചെയ്യുമ്പോൾ നമ്മുടെ തന്നെ മനസ്സിലൂടെ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് നമ്മുടെ ഹീലിംഗ്, ഡിവൈൻ ഹീലിംഗ് എനർജി ഫ്രം ഗോഡെന്ന് പറയാൻ പറ്റുമെങ്കിൽ യൂണിവേഴ്സിൽ നിന്ന്, യൂണിവേഴ്സ് തന്നെയുള്ള നമ്മളെ ക്രിയേറ്റ് ചെയ്ത് അത് നമ്മുടെ ഉള്ളിലേക്ക് കയറി നമ്മുടെ മനസ്സിൽ ഹീൽ ചെയ്യുന്നു, നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെ ഹീൽ ചെയ്യുന്നു, നമ്മളെ സകല വേദനകൾ, ടെൻഷൻ, സ്ട്രെസ്സും ഒക്കെ പോയതായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു. നമ്മൾ മെഡിറ്റേഷന് നമ്മുടെ ആന്റി സാറും ഒക്കെ പറയുന്നത് കേട്ടിട്ട് കിട്ടുന്ന അർത്ഥങ്ങളൊക്കെ തന്നെയല്ലേ, അത് നമ്മൾ വെളിയിലേക്ക് കളയുക, അങ്ങ് അകലെ 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 ദൂരെ ദൂരെ അതിനെ പോയി ഇല്ലാതാകുമെന്ന് വിശ്വസിക്കുക. അങ്ങനെ നമ്മൾ എപ്പോഴും ഈ സെൽഫ് ടോക്കും കൊണ്ടൊക്കെ നമുക്ക് മാറ്റം ഉണ്ടാകും. പിന്നെ നമ്മൾ നല്ലതായിട്ട് നടക്കുന്നു, നല്ല കൂട്ട് കിട്ടുന്നു, മനോജ് സാർ, സാബു സാറിനെ പോലെയുള്ളവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതൊരു വിഷ്വലൈസ് ചെയ്യുക, നമ്മൾ അഫർമേഷൻസ് കൊടുക്കുക. നമ്മൾ 6 മാസം കഴിഞ്ഞാൽ നമ്മൾ ഇത് നേടി കഴിഞ്ഞിരിക്കുക, അന്നത്തേക്ക് ആ അനുഭവങ്ങൾ ഇപ്പം കൊണ്ടുവരിക. ഇങ്ങനെ നമുക്ക് പല പരിപാടികൾ നമ്മൾ ഓരോന്നും കണ്ടെത്തി നമുക്ക് തന്നെ വി ക്യാൻ ഫൈൻഡ് അവർ ഓൺ സൊല്യൂഷൻസ് ഫോർ ദിസ്, മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാനൊക്കും. അപ്പം പിന്നെ അതുപോലെ ചില ടെക്നിക്കൊക്കെ നമുക്ക് വായിച്ചാലും കിട്ടും. നമ്മുടെ യൂട്യൂബിൽ എടുത്താലും മതി, അതിനോട് നല്ല ബുക്കുകളുണ്ട്. ചില ടെക്നിക്ക് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ട് ശരിക്കും വായിച്ചു, അപ്പം അത് ഓർമ്മയിലേക്ക് വരില്ല. ആ ടെക്നിക്കും നമ്മൾ അപ്ലൈ ചെയ്യണം. അല്ല വാങ്കോട്ടൻ്റെ മുകളിലിരിക്കുന്ന വലിയ കല്ലിനെ എളുപ്പം നടക്കി വിടാനൊക്കെ ആ ടെക്നിക്സും വി ഹാവ് ടു അപ്ലൈ ഇൻ അവർ ലൈഫ്. സോ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് ആ വാക്കെടുത്ത് പറയാൻ പറ്റാഞ്ഞവരാണ് ഞാൻ എൻ്റെ വാക്കുകളിൽ കൂടി ഞാനിത് സാറ് പറഞ്ഞ പോയിന്റുകൾ ഞാനിവിടെ അവതരിപ്പിച്ച്. അടിപൊളി ക്ലാസ് ആയിരുന്നു, എല്ലാവരും ശ്രദ്ധിച്ചു, എല്ലാവരും നല്ല രീതിയിൽ തന്നെ അഭിപ്രായം പറയുന്നുണ്ട്. സാറ് പിന്നെ അവസാനം കൈക്കുമ്പിളിലാക്കാൻ ഒറ്റ വാക്കിൽ വളരെ നിസ്സാരവൽക്കരിച്ച് പറഞ്ഞു. അത് ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്തായാലും അടിപൊളി ക്ലാസ് ആയിരുന്നു. ഇതിനൊക്കെ ഒരു അവസരം സാബു സാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നില്ല. അദ്ദേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് തീരുകയില്ല. നമ്മളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാ നമ്മുടെ നന്മകളും നമ്മുടെ ജീവിതത്തിൽ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, അവർ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു സർ. മനോജ് സാറേ, പ്രത്യേക അഭിനന്ദനം പറയാതിരിക്കാൻ വയ്യ. സർവകലാവല്ലഭൻ എന്നുള്ള നാമത്തിന് അങ്ങ് അർഹനാണ്. ശാസ്ത്രവുമായിട്ട് വന്നു, സംഗീതമായിട്ട് പിന്നെ കണ്ടു, പിന്നെതാ ഇപ്പം മനഃശാസ്ത്രമായി, കഥകളായി. ശാസ്ത്രവും സംഗീതവും കലയും പിന്നെന്താ മനഃശാസ്ത്രവും സാഹിത്യവും എല്ലാം ഇത് 3 വിദ്യയാണല്ലോ. ശാസ്ത്രം, സാഹിത്യം, പിന്നെ ശാസ്ത്രം, സാഹിത്യം, സംഗീതം. അതെ എല്ലാം നമ്മൾ പയറ്റി തെളിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. സാബു സാറിന്റെ ഈ മൂശയില് ഏത് ഉരുപ്പടിയും വാർത്തെടുക്കുക എന്നുള്ളതാണ്. ഈ പ്ലാറ്റ്ഫോമിൽ എല്ലാത്തിനും അവസരമുണ്ട്, ഈ ഫാക്ടറിയിൽ എല്ലാ പ്രൊഡക്ഷനും ഉണ്ട്. എന്തൊരു ഭാഗ്യമാണ് ഇങ്ങനെ കൂടാൻ പറ്റുക. സാറിന്നെടുത്ത വിഷയത്തില് ഞാനും പലപ്പോഴും ശ്രദ്ധിച്ചു, പ്രസന്റിലായിരിക്കാൻ പറ്റുന്നില്ല സാറേ, എപ്പോഴും ഓർക്കും. എന്നാലും ആ കാര്യം അതങ്ങനെ വേണ്ടായിരുന്നു, അങ്ങനെ പറയണ്ടായിരുന്നു, അവിടെ പോകണ്ടായിരുന്നു, അത് ചെയ്യണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ചിന്തകൾ നാളെ എന്താവും? ഇതല്ലാതെ ഈ പ്രസന്റ് കഴിയാൻ പറ്റണില്ല എന്നുള്ളതാണ് സത്യം. സാറത് ഓർമ്മിപ്പിച്ചത് വളരെ ശരിയാ, യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇറ്റ് ഈസ് ടു ഡിഫിക്കൽട്ട്. മൈൻഡ് ഒരു വാണ്ടറിങ് നേച്ചറാണല്ലോ, അലഞ്ഞ് തിരിഞ്ഞിങ്ങനെ പോവുകയാണ്. എപ്പോഴാ സമയം കിട്ടിയാലും ശരി ഒരു കടിഞ്ഞാണും ഇല്ലാതെ പറക്കുക. അത് ശരിയാ. ഇപ്പൊ ആനന്ദ് സാറും പറഞ്ഞല്ലോ, ഇതിനൊന്ന് പിടിച്ചു നിർത്താൻ പോകണ്ട, ഒന്ന് സൂക്ഷിച്ചു നോക്കി ഇരുന്ന് രസിക്കുക, ഒന്ന് മാറി നിന്നിട്ട് ഒന്ന് വീക്ഷിക്കുകയാണെങ്കിൽ ഒരു രസമാണ്. പക്ഷെ അതിന് ജീവിക്കാൻ ശ്രമിക്കാം. സാറിന്റെ ഓർമ്മപ്പെടുത്തലുകൾക്കൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. എല്ലാവരും പറഞ്ഞ ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്, അവിടേക്കൊന്നും ഞാൻ പോണില്ല. താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ് സർ. ഒരു ശനിയാരുള്ള സാർ, പിന്നെ പപ്പയുടെ ഞാൻ പറഞ്ഞോട്ടെ സാറേ? ഹലോ, എനിക്കറിയില്ല, ഹലോ. പറയൂ സാർ. സാറേ, ഈ
സാറിന്റെ ഈ ഓരോ ഇത് കേൾക്കുമ്പോഴുണ്ടല്ലോ, ആധികാരികമായിട്ട് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ആധികാരികമായിട്ട് പറയാനുള്ള ഒരു ജ്ഞാനമോ എനിക്ക് എന്താ പറഞ്ഞ അറിവോ എനിക്കില്ല. എങ്കിലും അത് കേൾക്കുമ്പോൾ എനിക്ക് പറയാണ്ടിരിക്കാനും പറ്റില്ല. എന്തെങ്കിലും എൻ്റെ ഉള്ളിൽ വരുമ്പോൾ അത് പറഞ്ഞില്ലെങ്കിലും ശരിയല്ല. ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ പണ്ട് മുതലേ ഇംഗ്ലീഷില് താങ്ക് യു, സോറി, നോ മെൻഷൻ എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഉള്ള ഒരു എന്താ പറയുക, മാനേഴ്സിന്റെ ഒരു ഭാഗമാണ് ചില സമയത്ത് പറയണത്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഇഫ് യു ഡോണ്ട് മൈൻഡ്. നമ്മൾ എവിടെയെങ്കിലും ഇരിക്കാന്നുണ്ടെങ്കിൽ അടുത്തൊരു സീറ്റ് വേക്കൻ്റ് ആണെങ്കിൽ മറ്റവരോട് നമ്മൾ ചോദിക്കും, ഇഫ് യു ഡോണ്ട് മൈൻഡ് മേ ഐ സിറ്റ് ഹിയർ, അവിടെ ഇരിക്കും. സ്മോക്ക് ചെയ്യാൻ പണ്ട് ചോദിക്കും, ഇഫ് യു ഡോണ്ട് മൈൻഡ് ക്യാൻ ഐ സ്മോക്ക്, ഇഫ് യു ഡോണ്ട് മൈൻഡ് ക്യാൻ ഐ ഡു ദാറ്റ്. അതൊരു പണ്ട് മുതൽ പറയുന്ന ഒരു വാക്കാണ്. അതിന്റെ അർത്ഥം അത്ര അറിഞ്ഞിട്ടില്ലെങ്കിലും ഇഫ് യു ഡോണ്ട് മൈൻഡ്, ആ മൈൻഡ് അവിടെ വന്നു. സാറ് പറയണ മൈൻഡ് ഞാൻ ഈ പറഞ്ഞപ്പോ ഞാൻ ആദ്യം വിചാരിച്ചത് ആ മൈൻഡാണ്. കാരണം നമ്മൾ ആ മൈൻഡ്, ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ, ഇഫ് യു ഡോണ്ട് ടേക്ക് ഇറ്റ് ഇൻ യുവർ മൈൻഡ്, ഇറ്റ്സ് നോട്ട് മൈൻഡ്, നെവർ മൈൻഡ്. നമ്മൾ എപ്പോഴും വിചാരിക്കണം എന്താണ്, നമ്മൾ ചെറുപ്പം മുതലേ നമ്മുടെ മലയാളികൾക്കല്ല, ഇന്ത്യക്കാർക്കുള്ള, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഒരു സാംസ്കാരികമായിട്ടുള്ള നമ്മുടേതായിട്ടുള്ള ചില ചിന്തകളുണ്ട്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്ത് കരുതും, ഞാനിത് ചെയ്തിട്ടില്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്നെ പറ്റിയുള്ള അഭിപ്രായം എന്തായിരിക്കും. ഈ മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് വരുന്നത് ആരാണ്? നമ്മുടെ പിതാക്കന്മാര്, അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സ്, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കള്. ഇതാണ് ആദ്യം വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മറ്റുള്ളവർ വരുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ആ കുടുംബത്തിനും നമ്മുടെ ബന്ധുമിത്രാദികൾക്കും നമ്മുടെ ഗുരുക്കന്മാർക്കും നമ്മൾ പണ്ട് മുതലേ ഒരു സ്ഥാനം അല്ലെങ്കിൽ ഒരു ബഹുമാനം നമ്മൾ കൽപ്പിച്ചിരുന്നു. അത് പ്രകാരമായിരുന്നു നമ്മൾ ആ ഒരു ബഹുമാനം കൊടുത്തിരുന്നത്. നമ്മൾ അവരെന്ത് വിചാരിക്കും, വാട്ട് ദേ വിൽ തിങ്ക്. ആ വാട്ട് ദേ വിൽ തിങ്ക് ആണ് നമ്മുടെ തിങ്കായിട്ട് നമ്മൾ മാറണത്. ഇപ്പൊ അതുണ്ടോ? ഇപ്പൊ നമ്മുടെ യങ്ങർ ജനറേഷനെ നമ്മൾ നോക്കാം. ഈ യങ്ങർ ജനറേഷൻ പോലും ദേ ഡോണ്ട് മൈൻഡ്. അരെ, നീ അവിടെ പോയി ഇങ്ങനെ സിഗരറ്റ് വലിച്ച് നടന്നാല് നിന്റെ ചേട്ടനാ അല്ലെങ്കിൽ നിന്റെ അമ്മാവൻ അവിടെ ഉണ്ടല്ലോ, ഐ ഡോണ്ട് മൈൻഡ്. ദിസ് ഈസ് ദ റിപ്ലൈ ദേ ഗീവ്. അവരത് വീണ്ടും ആ സാറ് പറഞ്ഞ മൈൻഡോടെ പോകുന്നു, ഐ ഡോണ്ട് മൈൻഡ്. നമ്മൾ ആദ്യം പറയുന്നത്, ഇഫ് യു ഡോണ്ട് മൈൻഡ് മേ ഐ സിറ്റ് ഹിയർ, ഇഫ് യു ഡോണ്ട് മൈൻഡ് ക്യാൻ ഐ സ്മോക്ക് ഹിയർ. അവിടെ നിന്ന് പോയിട്ട് എൻ്റെ ചേട്ടനോ എൻ്റെ അപ്പനോ എൻ്റെ അമ്മയെ അറിഞ്ഞാൽ പോലും ഐ ഡോണ്ട് മൈൻഡ് അവിടെ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മളിലേക്ക് നമ്മൾ ഇതിൻ്റെ ചെറിയൊരു അംശം നമ്മൾ ചേർത്തണം. കാരണം നമ്മൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവരെ നമ്മളെപ്പറ്റി എന്ത് കരുതുന്നുള്ളതല്ല, നമ്മളുടെ മനസ്സിലേക്ക് നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രം നമ്മൾ ചിന്തിക്കാൻ ആവശ്യമുള്ളൂ. അതർവൈസ് ഇപ്പൊ നേരത്തെ അനിൽകുമാർ സാറും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ലീവ് ഇറ്റ്, ലീവ് ഇറ്റ്. നമ്മളത് ചോടുതോ, ഞങ്ങൾ ഹിന്ദി ഇപ്പൊ ഞങ്ങൾ പറയാറുണ്ട്, ചോടുതോ, ആവശ്യമില്ല, വിട്ടേക്ക്. നമ്മളത് മനസ്സിൽ കൊണ്ടുവരണം. അയ്യോ, മനോജ് കുമാർ സാർ എന്നെ പറ്റി എന്ത് വിചാരിക്കും, എന്ത് വിചാരിച്ചാലായിക്കോട്ടെ, വിട്ടേക്ക്, കഴിഞ്ഞു. ഞാനിങ്ങനെ അവിടെ പോകാൻ പറ്റിയില്ല, കല്യാണത്തിന് പോകാൻ പറ്റിയില്ല, എൻ്റെ ഫ്രണ്ട് എന്ത് വിചാരിക്കും, വിചാരിച്ചാൽ എനിക്ക് പോകാൻ പറ്റിയില്ല, അത് എൻ്റെ ഇത്. ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല. ഇനി അവൻ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ലീവ് ഇറ്റ്. യു കനോട്ട് കൺട്രോൾ വാട്ട് ദേ വിൽ തിങ്ക്, സോ ലീവ് ഇറ്റ്. ഇതിപ്പോ ഞാൻ ഇപ്പോൾ ഈ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് എനിക്ക് പല കാര്യങ്ങളും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറ് പറയുന്ന ഓരോ ഇൻപുട്സിലും എൻ്റെ മനസ്സിലേക്ക് അത് ഞാൻ സ്വയം വിശകലനം ചെയ്യുമ്പോൾ ഐ തിങ്ക് ദാറ്റ് വാട്ട് എവർ യു ആർ ടെല്ലിങ് ഐ ഹാവ് ടു ഇംപ്ലിമെന്റ് ഇൻ മൈ ലൈഫ്. ഞാനിപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ, എനിക്ക് കണ്ടോ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഈ TV ഓൺ ചെയ്തില്ല, സോറി, ഈ വീഡിയോ ഓൺ ചെയ്തില്ല. ഞാൻ പറയുന്ന സമയത്ത് എനിക്ക് ജസ്റ്റേഴ്സ് ഒക്കെ കുറച്ച് കൂടുതലാണ്. പക്ഷെ ഞാൻ ഇന്ന് യാത്ര കഴിഞ്ഞ് വന്നേ ഉള്ളൂ. ഇന്ന് കാലത്താണ് ഞാൻ എത്തിയത് ബാംഗ്ലൂരിൽ നിന്ന്, അല്ല സോറി, കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വന്ന. ബാംഗ്ലൂരിൽ ഞാനിപ്പോൾ. അപ്പോൾ ഐ എം നോട്ട് ഇൻ എ ഗുഡ് പൊസിഷൻ ടു പ്രസന്റ് മൈസെൽഫ്. അവിടെ എനിക്ക് വേണമെങ്കിൽ പറയാം, എന്നെ പറ്റിയിട്ട് മറ്റുള്ളവർ ചിന്തിച്ചാൽ എന്താണ്,
ലീവ് ഇറ്റ് എന്ന് പറയായിരുന്നു. പക്ഷെ ഞാൻ അത് ചെയ്തില്ല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. എനിവേ സാറേ, താങ്ക് യു വെരി മച്ച്. ഇപ്പോൾ ജോർജ് സാറും എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമില് ഇങ്ങനെയുള്ള അനുഭവം ഞാൻ പറഞ്ഞില്ല, ഈ പ്ലാറ്റ്ഫോം ഈസ് നോട്ട്, ഈ ഇവിടെ നിൽക്കേണ്ട ഒരു പ്ലാറ്റ്ഫോം അല്ല. സാബു സാറിന് എത്ര നന്ദി പറഞ്ഞാലും എത്ര അഭിനന്ദിച്ചാലും പറ്റില്ല. ഇത് ഏതൊരു വലിയൊരു ഇതിലേക്ക് എത്തേണ്ടതാണ്. എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ് ഇങ്ങനെ ചെറിയൊരു ഇതിലേക്ക് ഒതുങ്ങിക്കൂടിയെന്നുള്ളത്. ഈസ് എ ബ്യൂട്ടിഫുൾ, എന്താ പറഞ്ഞ, ഗ്രേറ്റ് പ്ലാറ്റ്ഫോം. ആൻഡ് ഐ ആം ലക്കി ടു ഹാവ് associated with this platform. Thank you, sir. Thank you very much. സാറ് തിരക്കാണെന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത ആരാണ് പറയാം, നമുക്ക് ഫീഡ്ബാക്കുകൾ പറയാം. ആരെങ്കിലും പറയാനായിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം. എല്ലാവരും ആയെന്ന് തോന്നുന്നു. അതെ, ആയെന്ന് തോന്നുന്നു. അതെ, സാബു സാറിന്റെ ഒരു പ്രത്യേകത, സാറ് എത്ര വലിയ തിരക്കുകളിലാണെങ്കിലും സാറിന് ഈ ഒരു ഒബ്ലിഗേഷൻ, ഒരു സാർ യാത്ര ചെയ്ത് കഴിഞ്ഞാലും മറ്റുള്ള തിരക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ കാര്യത്തിൽ മാത്രം സാർ ഒരു മുടക്കം വരുത്താറില്ല. അപ്പോൾ എല്ലാ ദിവസവും ഈ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കട്ടെ എന്നുള്ള ഒരു സാറ് ഈ അവിടെ എവിടെയൊക്കെ പോയി നിന്ന് ഇത് എങ്ങനെ ആസൂത്രണം ചെയ്യുന്നു എന്നുള്ളത് ഞാൻ എപ്പോഴും ആലോചിക്കും. അതെ 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 അതെ, സാറിന്റെ ഒരു ടെക്നോക്രാഫ്റ്റ്. അപ്പൊ സാർ അത് എങ്ങനെയാണെങ്കിലും സാധിക്കുമല്ലോ. അതെ അതെ, വലിയ മനസ്സിന്റെ ഇതിൽ പറയുമ്പോ തന്നെ നമ്മളെ മനസ്സ് അങ്ങനെയാകുമ്പോ തന്നെ നമുക്ക് ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട് സാറേ. നമ്മളെ നാവ്, ഈ നാവ് അധികം ആക്ഷൻ പെട്ടെന്ന് എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ 32 വേലിക്കെട്ടിന്റെ ഉള്ളിലേക്ക് വെച്ചിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ടോക്ക് ഇപ്പൊ ഒരാൾ വന്നിട്ട് പറയുമ്പോ നമ്മളതിൽ ഇൻവോൾവ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് ആ പറയുന്ന ആൾക്കാരെ പറ്റി പറഞ്ഞാല് അവര് പോയിട്ട് പറയാ, എന്താ ഞാനിങ്ങനെ പറയുമ്പോ അവര് പറഞ്ഞില്ല, അയ്യോ ഞാനെവിടെ പോയിരുന്നു, അവര് നിങ്ങളെ പറ്റിട്ട് ഇങ്ങനെയാണല്ലോ പറഞ്ഞത്. പിന്നെ അത് നമ്മളെ ചോദിച്ചാൽ നമ്മളെ മനസ്സ് കേടുവരും. അല്ല, നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ കൂടുതൽ മേഡം നമ്മളിവിടെ റിയാക്ഷൻസ് അല്ലല്ലോ പറയാം, നമ്മള് എല്ലാത്തിൻ്റെയും റെസ്പോൺസുകളും ഫീഡ്ബാക്കും ആണല്ലോ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിനതിൻ്റെതായിട്ട് പ്രത്യേകതയുണ്ട്. നമ്മൾ റെസ്പോൺസിന് നമ്മൾ കേൾക്കുന്ന കാര്യത്തോട് അതിന്റെ എല്ലാ സത്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള നല്ല കാര്യങ്ങളെ കുറിച്ചായിരിക്കും നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്. അല്ല, അതും കൂടി ശ്രദ്ധിക്കണം എന്ന് പറയാ നമ്മളിങ്ങനെ. അതെ അതെ അതെ, ശരിക്കും തീർച്ചയായിട്ടും നമ്മള് നല്ല മനസ്സുള്ളവരായിരിക്കണം. അതൊന്നും വേണ്ട, ആവശ്യമില്ലാതെ എടുത്ത് നമ്മളെ റെസ്പോൺസ് വേണ്ട. അതെ അതെ, പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ അതാണ് ഒരു പ്രസന്റ് ചെയ്യുന്ന ആൾക്കുള്ളൊരു ഗുണം കൂടെയാണ്. നമുക്കിങ്ങനെ ഈ ഫീഡ്ബാക്കുകൾ പറയുമ്പോൾ അടുത്ത പ്രാവശ്യം ഒരുപക്ഷെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവും നമ്മളെ കേൾക്കുന്നവരിൽ നിന്ന് കിട്ടുന്ന അതൊക്കെ. അപ്പം അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അപ്പോൾ സാബു സാറ് തിരക്കായത് കാരണം സാറിന്റെ പെർമിഷനോട് കൂടി നമുക്ക് ഈ സെഷൻ ജോർജ് സാറെ നമുക്ക് ഒരു അവസാനം കണ്ടെത്തിയാലോ റോയ് സാറേ? ഓക്കെ സർ. ആണല്ലേ? സാബു സാർ ഉണ്ട്, തിരക്കാണോ എന്നറിഞ്ഞൂടാ, എനിക്കിവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അവിടെ ചെന്ന ഭക്ഷണം കഴിക്കണ്ടേ? സാറ് ബിരിയാണി കഴിക്കുക. സാറ് ബിരിയാണി കഴിക്കുമായിരിക്കും, ബിരിയാണിയോ. സാറ് കഴിച്ചോട്ടെ, സാറ് കഴിച്ചോട്ടെ. കാരണം ഒന്നിനും മനസ്സമാധാനം കിട്ടാതെ നമ്മളെ ശരിയാക്കാൻ വേണ്ടി യത്നിക്കുന്ന ഒരാളാണ്. സാറിന്റെ ആരോഗ്യം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് സാറ് നന്നായി ഭക്ഷണം കഴിക്കട്ടെ. അനുവദിക്കുക. മൈൻഡ്ഫുൾ ഈറ്റിംഗ് ചെയ്തോട്ടെ. കാരണം നമ്മുടെ എനർജി ഇരിക്കുന്നത് സാറിലാണ്. അത് മാത്രമല്ല, ഇതിപ്പോ കേൾക്കുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. ഇരിക്കുന്ന എവിടെയാണെന്ന് അറിയുന്നില്ല. അല്ല സാറേ, നമ്മളോടൊപ്പം ഈ ഒരു ഫംഗ്ഷനിൽ പോകുമ്പോ പോലും നമ്മളെ എല്ലാവരെയും സാറ് കൂട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ മനസ്സിന്റെ. തീർച്ചയായിട്ടും. അതെ അതെ, തീർച്ചയായിട്ടും. ആയിക്കോട്ടെ. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമുക്ക് നമുക്ക് അവസാനിപ്പിക്കാം. നാളത്തെ തീമൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ സാറിന്റെ പ്രസംഗം നമുക്ക് എല്ലാവർക്കും. സാറേ ഒന്ന് പറഞ്ഞോട്ടെ, ആന്റണി സാറിന്റെ കമന്റ്, പിന്നെ സദ്യയിലെ ഏറ്റവും നല്ല കറിയായ ഇഞ്ചിക്കറി പോലെ വളരെ മനോഹരമായിരുന്നു, വളരെ സ്വാദുള്ളതായിരുന്നു.
തീർച്ചയായിട്ടും സാറിന് എന്താണ് അതിനെക്കുറിച്ചൊക്കെ പറയാനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള എന്താണ് അറിവുള്ള സാറാണ് ആന്റണി സാർ. അതെ. അതിനെക്കുറിച്ച് അല്ല, ഈ സമയത്തും ഇത് ഒബ്സർവ് ചെയ്യാൻ ഈ വിഷയം കണ്ടിട്ടിരുന്നായിരിക്കും. അത് വലിയ മനസ്സിലായി. അതെ അതെ അതെ. സാറിന്റെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കമന്റ്സിൽ നിന്ന് പുതിയ സബ്ജക്റ്റുകൾ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐഡിയ കിട്ടിയിട്ടുണ്ട് മനോജ് സാറിന്. അതെ അതെ അതാണ് നമ്മള് ഓരോ ദിവസം ഓരോ സബ്ജക്റ്റുകൾ ഇങ്ങനെയുള്ള ഇന്ററാക്ഷനിലൂടെ കിട്ടാറുണ്ട്. തീർച്ചയായിട്ടും വായനകളിൽ കൂടെ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നതിൽ കൂടെ ഒക്കെയുള്ള സബ്ജക്റ്റുകൾ വരാറുണ്ട്. ഇതുമായിട്ട് സാറേ, ഞാൻ ഇന്ന് ഇതൊരു ഒക്കേഷണൽ ആയിട്ട് കണ്ടതാണ്. അപ്പൊ മനോജ് സാറ് പിന്നെ ഈ വിഷയം അത് അത് കണ്ടതുകൊണ്ടാണ്. സാധാരണഗതിയിൽ ഈ സമയമൊക്കെ ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞിപ്പോ എത്രയാ 4 മണിയായി. അപ്പൊ ഞങ്ങളുടെ ലഞ്ച് ടൈം ഒക്കെയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും എനിക്ക് സംബന്ധിക്കാൻ സാധിക്കാതെ വന്നത്. അപ്പൊ ഇന്നിപ്പോ ഞാന് പുറത്ത് -5, അതുകൊണ്ട് ഇന്ന് തണുപ്പത്ത് നടക്കാൻ പോകുന്നില്ല, എന്നാൽ വീട്ടിൽ ഇച്ചിരി എക്സസൈസ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോ ഇത് രണ്ടും കൂടി അങ്ങ് ചെയ്തതാണ്. എനിവേ ഞാൻ നാളെ പറയാൻ പോകുന്ന ഈ വിഷയത്തിലേക്ക് ഇത് തന്നെ ഏകദേശം ഇതേ രീതിയിലാണ് പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പൊ ഇനിയിപ്പോ ഞാനിത് റീറൈറ്റ് ചെയ്യണോ? കാരണം മനോജ് സാർ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു പോകുന്നു, ബ്രീത്തിങ് അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങള്, റെസിലിയൻസ് ഇങ്ങനെയുള്ള വിഷയം പറഞ്ഞു. ഞാൻ ഓർത്തു ഇല്ല, ഇനിയിപ്പം നാളെയല്ല നാളത്തെ കഴിഞ്ഞ് ഞാൻ ഏകദേശം ഈ രീതിയിൽ തന്നെയാ പോകണം. അപ്പൊ റീറൈറ്റ് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചോണ്ടിരിക്കുക. കാരണം സാർ ഇപ്പൊ ഓൾറെഡി പറഞ്ഞു പോയി. എനിവേ ഇറ്റ് വാസ് നൈസ്. താങ്ക് യു സാർ. അല്ല, സാറിന്റെ ക്ലാസ്സുകൾ ഈ പറഞ്ഞ പോലെ എല്ലാം കണക്റ്റഡ് ആയത് കാരണം ഇതിനേക്കാളും ബെറ്റർ ആയ ഒരു വേർഷനിൽ കൂടെ തർക്കമില്ല. തർക്കമൊന്നുമില്ല. എപ്പോഴും ഞങ്ങളൊക്കെ പ്രത്യേകിച്ച് ഞാൻ എന്ത് തിരക്കാണെങ്കിലും സാറിന്റെ ഒക്കെ ക്ലാസ്സുകൾ ഇങ്ങനെ വരുമ്പോഴേ നമ്മളത് എത്രയും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും ഡ്രൈവ് ചെയ്യുകയോ ഒക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും വണ്ടി ഒതുക്കിയിട്ട് തന്നെ ഞാൻ പലപ്പോഴും കേൾക്കാറുണ്ട്. എല്ലാം നമ്മുടെ ഇവിടെ ഓരോ ദിവസത്തെയും ഒന്നിനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. അതുപോലെ വ്യത്യസ്തങ്ങളായ അവതരണങ്ങളും വ്യത്യസ്തങ്ങളായ ടീമുകളും, അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മള് സാബു സാറ് പല അവതരിപ്പിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒരാളൊരു കാര്യം പ്രസന്റ് ചെയ്യുമ്പോ അതിന് അവർ കൊടുത്ത ആ ടൈമും അവർ കൊടുത്ത കോൺസെൻട്രേഷനും അതെല്ലാം നമുക്ക് വേണ്ടി അവർ ചെലവഴിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ കമന്റ്സ് ചോദിക്കുമ്പോൾ അവരുടെ ആ പ്രയത്നത്തിന് നമ്മളൊരു വില കൊടുക്കുകയാണ് അവിടെ. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും കാരണം എല്ലാരും എഫേർട്ട് എടുത്തല്ലേ ചെയ്യുന്നത്. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ആന്റണി സാറിന്റെ ഒക്കെ സബ്ജക്ട് ഇപ്പൊ എല്ലാവരും ചെയ്യുമ്പോൾ ആ കണ്ടന്റിന്റെ ഒരു അവതരണം, കണ്ടന്റിന്റെ വ്യക്തത, ഇതെല്ലാം അതൊരു റിസർച്ച് കണക്കെ ചെയ്തിട്ട് ഇത് പ്രത്യേകിച്ച് പബ്ലിക്കായിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന കാര്യമാകുമ്പോൾ അത് പിന്നെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പെർസെപ്ഷൻസ്, ഓരോരുത്തരുള്ള വ്യൂ പോയിന്റുകളൊക്കെ ഉള്ളപ്പോൾ അവതരണം അങ്ങനെയാണല്ലോ വ്യത്യസ്തമാകുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സമയം വേണം. തീർച്ചയായിട്ടും ആന്റണി സാറൊക്കെ അതൊക്കെ വളരെ വ്യക്തമായിട്ട് ചെയ്ത് കണ്ടന്റൊക്കെ കാച്ചിക്കുറുകിയ കണ്ടന്റുമായിട്ടാണ് വരാറുള്ളത്. ഇല്ല, സാറിന്ന് ഒത്തിരി റിസർച്ച് ചെയ്തിട്ടുണ്ട്. അത് കണ്ട തീർച്ചയായിട്ടും ഞാനത് ഇങ്ങനെ വെറുതെ കോംപ്ലിമെന്റ് ചെയ്ത് സാറിന് ഞാൻ സിൻസിയർ ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലാതെ എനിക്കിപ്പം നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറഞ്ഞ ഒരാളെ സന്തോഷിപ്പിക്കുക, സൂചിപ്പിക്കുക എന്ന് പറയാം. സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പോസിറ്റീവ് ആണ്. സൂചിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ല, അങ്ങനെയല്ല. നോ, ഇറ്റ് ഈസ് സാർ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇന്നത് പറഞ്ഞത്. കാരണം പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു അടുക്കും ചിട്ട അതിനകത്തുണ്ടായിരുന്നു. നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് അങ്ങ് സ്വീകരിക്കാനുള്ള ഒരു മനസ്സിന്റെ ആ തുറക്കല് കുറവാ, അതാ കുഴപ്പം വരുന്നത് അല്ലേ? അല്ല, അങ്ങനെയില്ല. അല്ല, അങ്ങനെയല്ല. ഇത് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ ഇങ്ങനെ കിട്ടുന്ന ഓരോ സാഹചര്യങ്ങളും പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ മനസ്സിന് പൂർണ്ണ സന്തോഷമുള്ള ഒരു വ്യക്തിയാക്കി അല്ലെങ്കിൽ ഒരു രീതിയാക്കി മാറ്റുമ്പോഴാണ് നമ്മളിൽ പെർഫോമൻസ് കൂടുന്നത്. അല്ല, നെഗറ്റീവിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. ചില ടോക്കുകളൊക്കെ കേൾക്കുമ്പോഴേ ആളുകൾ വെറുതെ വണ്ടർഫുൾ എന്നൊക്കെ പറയുക. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ പറയാം, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ. പക്ഷെ എന്നാലും നമ്മൾ ആ പറയുന്നതിന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സാറേ, വിയോജിപ്പുകൾ അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞ ഒരു ആശയം കൂട്ടിച്ചേർക്കാം എന്നുള്ള രീതി ഞാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് ഓരോന്ന് കേൾക്കുമ്പോഴേക്കും ഞാൻ ഒരു കാര്യം ഇപ്പം ഞാനിവിടെ തന്നെ സംസാരിക്കാറുണ്ട്. അന്നേരമൊക്കെ നിങ്ങളും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള റെസ്പോൺസ് എന്നോ റിയാക്ഷൻ എന്നോ തോട്ട്സ് എന്നോ ഫീലിങ്സ് എന്നൊക്കെ പറയാം. ഇതെല്ലാം വരുമ്പം അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾക്ക് ഉണ്ടാകുക. അതനുസരിച്ച് നമുക്ക് റെസ്പോണ്ട് ചെയ്യാം.
അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സാർ നമ്മളെപ്പോഴും Yeah. അങ്ങനെയാണല്ലോ. നമ്മൾ പറയുന്ന ആ കണ്ടന്റിൽ നമ്മൾ പറയാത്ത കാര്യം വേറൊരാൾ പറയും, ആ Yes. പോയിന്റ് തന്നെ അതേ പോയിന്റിൽ ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യം കൂടെ വരുമ്പം Yeah. ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ കോംപ്ലിമെന്റ്. അതിന് യാതൊരു തർക്കമില്ല സാർ. അങ്ങനെയാണ് വേണ്ടത് നമ്മൾ. പക്ഷെ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ എന്താ പറയുന്നത് താഴ്ത്തി പറയുക, ഇടിച്ചു താഴ്ത്തുക, അങ്ങനെയുണ്ട്. എനിക്ക് ചില പ്ലാറ്റ്ഫോമുകളിൽ എനിക്ക് അതുപോലെയുള്ള ചില മോശമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. നമ്മൾ വളരെ സിൻസിയർ ആയിട്ട് പറഞ്ഞാലും അതിനെ ദുർവ്യാഖ്യാനിക്കുന്ന ആൾക്കാരും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ നെഗറ്റീവ്, വളരെ നെഗറ്റീവായിട്ട്, അതായത് ഇവൻ രക്ഷപ്പെടരുത് എന്നുള്ള മട്ടി പറയുന്നവരുണ്ട്. പക്ഷെ അത് പ്രശ്നമില്ല, അതൊക്കെ മനുഷ്യന്റെ ഓരോ രീതികളാണ്. ഇറ്റ് ഡസന്റ് മാറ്റർ. നമ്മൾ അവിടെ നിൽക്കുന്നില്ലല്ലോ. അതെ അതെ. അല്ല, അത് ഈ ചാനൽ ചർച്ചകളൊക്കെ കണ്ടാൽ മതിയല്ലോ സാറേ. അത് വിടുക. അതിനകത്ത് നമുക്കില്ല. അതെ അതെ. അത് നമ്മുടെ അതെ നമ്മൾക്ക് പറഞ്ഞ സബ്ജക്റ്റ് അല്ല ഈ പറഞ്ഞ പോലെ. അവിടുന്ന് ഒന്നും കിട്ടാനില്ല. സാബു സാറേ, എങ്കിൽ അപ്പൊ ഓക്കെ, താങ്ക് യു. അപ്പോൾ വളരെ സന്തോഷം. ഒരു കല്യാണം മുഴുവൻ ഞാൻ കൂടി. സാറ് നന്നായിട്ട് കഴിച്ചെന്ന് കണ്ടാ മനസ്സിലാവുന്നു. ഇല്ല സാർ, ഒന്നും സംഭവിച്ചില്ല. ഞാനിങ്ങനെ ഈ പറഞ്ഞ പോലെ പരക്കം പാഞ്ഞ് നടക്കുമായിരുന്നു. ഓക്കെ, അപ്പൊ താങ്ക് യു മനോജ് സാർ. താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ വീണ്ടും കാണാം. സീ യു. Okay, Bye. good night. Yeah, good night. താങ്ക് യു സാബു സാർ.